ഓക്കെ. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദി ക്ലാസ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ഫാമിലിയിലൂടെ മൊഡ്യൂൾ 1 പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. മൊഡ്യൂൾ 1 അകത്ത് എന്തൊക്കെയാണെന്നുള്ള കാര്യം പഠിക്കും. മൊഡ്യൂൾ 1 എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നുള്ള കാര്യം ബ്രീഫ്ലി ആദ്യം പറയാം. അതിനു മുന്നേ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ക്ലിയർ ആണോ? ക്രിസ്പായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? വോയിസ് ബ്രേക്ക് ഒന്നും ആവുന്നില്ലല്ലോ? ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് പറയൂ, റെസ്പോണ്ട് ചെയ്യൂ. രേഷ്മ, ഹൃദ്യ പി എസ് ഓക്കെ ആണോ? ഓക്കെയാണ്. ഓക്കെയാണ്. ഓക്കെ. എങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. നമ്മൾ ഫാമിലി ലോ 1 അകത്ത് ഫാമിലി ലോ കുടുംബത്തിന്റെ നിയമം അല്ലേ? അതെ. നമ്മൾ കുടുംബപരമായി ജീവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെയാണ് ഫാമിലി ലോ എന്ന് പറഞ്ഞാൽ ഈ ഒരു നിയമത്തിന്റെ അകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എല്ലാ കാര്യങ്ങളും ഉണ്ട് ഫാമിലി റിലേറ്റഡ് ആയിട്ട്. ഒരു ഫാമിലി ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഒബ്വിയസ്ലി ഒരു ഫാമിലി ഫോം ചെയ്യുന്നത് ഒരു വിവാഹത്തിലൂടെ ആയിരിക്കും. അല്ലെങ്കിൽ ബ്ലഡ് റിലേഷൻ, അച്ഛന്റെ അമ്മയുടെ മകനായിട്ട് ജനിച്ചു ഒരു ഫാമിലിയുടെ മെമ്പർ ആകും. അല്ലെങ്കിൽ ഒരാൾ മറ്റൊരാളെ കല്യാണം കഴിച്ചു, അപ്പോൾ അവർ രണ്ടുപേരും ഒരു ഫാമിലി ആകും. അപ്പോൾ ഈ രീതിയിലൊക്കെ ഫാമിലി ഫോം ചെയ്യപ്പെടാറുണ്ട്. അപ്പോൾ ഒരു ഫാമിലിയിൽ ഫാമിലി റിലേഷൻ ഉണ്ടാവുന്നത് മുതൽ അത് എൻഡ് ചെയ്യുന്നത് വരെയുമായി ബന്ധപ്പെട്ട സകലതും നമ്മൾ ഡിസ്കസ് ചെയ്യും. കല്യാണം, ഒരു കുട്ടിയെ ദത്തെടുക്കണമെങ്കിൽ അഡോപ്ഷൻ, മെയിൻ്റനൻസ് കൊടുക്കേണ്ട വിഷയങ്ങൾ, പിന്നെ ഇൻഹെറിറ്റൻസ്, സക്സഷൻ, അതുമായി ഗിഫ്റ്റുകൾ, പ്രോപ്പർട്ടി ഡെഡിക്കേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഫാമിലി ലോയുടെ അകത്ത് നോക്കും. അപ്പൊ ഈ ഫാമിലി ലോയുടെ അകത്ത് നമ്മൾ ഫാമിലി ലോ പാർട്ട് 1 ആൻഡ് 2 ഇങ്ങനെ 2 ഭാഗങ്ങളായിട്ടായിരിക്കും പഠിക്കുക. ഫാമിലി ലോ 1, ഫാമിലി ലോ 2. ഫാമിലി ലോ 1 നമ്മൾ ഈ സെമി പഠിക്കും, ഫാമിലി ലോ 2 അടുത്ത സെമി പഠിക്കും. അപ്പോൾ ഈ രീതിക്കായിരിക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ പറയാനുള്ളത്. ഫാമിലി ലോയുടെ മൊഡ്യൂൾ 1 അകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഹിന്ദു ലോ ആൻഡ് മുസ്ലിം ലോ. ഈ രണ്ട് ലോയിന്റെയും ഒരു ഒറിജിൻ, ആ ഒരു ലോ, അങ്ങനെ ഒരു ലോ ഉണ്ടായത് എങ്ങനെയാണ്, അതിന്റെ ഒറിജിൻ എന്ന ഒരു ടോപ്പിക്കിനെ പറ്റിയാണ് നമ്മൾ ബേസിക്കലി പഠിക്കാൻ പോകുന്നത്. അതിന് മുന്നേ ഒരു ഇൻട്രൊഡക്ഷൻ പഠിക്കും. ഫാമിലി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്, ഏതൊക്കെ തരം ഫാമിലി ഉണ്ട്, അതൊന്നും അത്ര അധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇരുന്ന് പഠിക്കേണ്ട ഒരു ടോപ്പിക് ഒന്നും അല്ല. എന്നിരുന്നാലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ് ഫാമിലി എന്നാൽ എന്താണ്, ഏതൊക്കെ രീതിയിൽ ഫാമിലി ഉണ്ടാകും എന്നുള്ള കാര്യം. അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ആദ്യം പോകുന്നത് ഹിന്ദു ലോയിലേക്കാണ്. ഹൈന്ദവ വിശ്വാസത്തിലെ നിയമം. ഹിന്ദു ലോ, ഹിന്ദു എന്ന വാക്കിനെ തൊട്ട് നമ്മൾ പഠിച്ചു തുടങ്ങും. വാക്ക് എങ്ങനെ വന്നു, ഹിന്ദു ലോയുടെ അകത്ത് എന്തൊക്കെ പഠിക്കും, ഹിന്ദു ലോ ഒറിജിൻ ചെയ്തത് എങ്ങനെയാണ്, ഹിന്ദു ലോയുടെ ഒരു ബേസ് എവിടെ നിന്നാണ്, ഹിന്ദു ലോ ആരെങ്കിലും പറഞ്ഞു തന്നതാണോ, എങ്ങനെയാണ് ഹിന്ദു ലോ എന്നൊരു നിയമം ഉണ്ടായത് എന്ന കാര്യങ്ങൾ നമ്മൾ മുഴുവനായിട്ട് സോഴ്സസ് ഓഫ് ഹിന്ദു ലോ ഏതൊക്കെയാണെന്നുള്ളത് പഠിക്കും. സോഴ്സസ് ഓഫ് മുസ്ലിം ലോ പഠിക്കും. ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിക്കുള്ളൂ. പക്ഷെ ഇത് എല്ലാം എസ്എ ക്വസ്റ്റൻ ആണ്. സോഴ്സസ് ഓഫ് ഹിന്ദു ലോ ഒരു എസ്എ ക്വസ്റ്റൻ ആണ്, സോഴ്സസ് ഓഫ് മുസ്ലിം ലോ ഒരു എസ്എ ക്വസ്റ്റൻ ആണ്. ഇതിന്റെ അകത്ത് വരുന്ന ഓരോരോ സബ് സോഴ്സസ് ഉണ്ട്, അത് ഓരോന്നും ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ അകത്ത് പ്രോബ്ലം ക്വസ്റ്റ്യൻ വരും. അപ്പൊ പല ഫാക്ട് ആൻഡ് വാലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഡോക്ട്രൈൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിന്റെ അകത്ത് പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ ഒരുപാട് ഇൻട്രൊഡക്ഷൻ ഒന്നും പറയാതെ നമുക്ക് സെഷനിലോട്ട് പോകാം. ഐ ഹോപ്പ് യു ഗൈസ് ക്യാൻ സീ ദി നോട്ട്. ഇതാണ് നമ്മുടെ ഫാമിലിയിലോടെ ഇത്തവണത്തെ നോട്ട്. ഓക്കെ, യെസ്. സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ? സ്ക്രീൻ ഒന്ന് ചെറുതാക്കാം. ഇന്നത്തെ ക്ലാസ്സിന് ശേഷം ഞാൻ നോട്ട് ഗ്രൂപ്പിലോട്ട് ഇടാം. അപ്പൊ നിങ്ങൾക്ക് നാളെ മുതൽ നിങ്ങൾ എന്ത് ചെയ്താൽ പ്രിന്റ് എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ പ്രിന്റ് എടുക്ക്, അല്ലെങ്കിൽ നിങ്ങൾ നോട്ട് ഫോണിലൂടെ നോക്കിയാലും മതിയാവും. അപ്പൊ എനിക്ക് ഇത്ര സൂം ചെയ്യേണ്ട ആവശ്യം വരില്ലല്ലോ. കോൺസെപ്റ്റ് ഓഫ് ഫാമിലി, ഇതൊരു ഇൻട്രൊഡക്ഷൻ ആണ്. ഒന്ന് സ്പീഡിൽ ഒരാളൊന്ന് വായിച്ചാൽ മതി. ആരാ വായിക്കാൻ തയ്യാറായിട്ടുള്ളത്? സ്പീഡിൽ ആരായിരിക്കും വായിക്കുക? പൂജ, പൂജ ഒന്ന് വായിക്കൂ. ദി കോൺസെപ്റ്റ് ഓഫ് ഫാമിലി. The concept of family is central to Indian society. കുറച്ച് കാണത്തുള്ളൂ. കാണുന്നുള്ളൂ. ഇപ്പൊ ശരിയായോ? ഇന്ത്യൻ സൊസൈറ്റിയുടെ പകുതി കാണത്തുള്ളൂ. ഇല്ല, ഇപ്പോഴോ? കുറച്ച് അങ്ങനെ സൂം ചെയ്യേണ്ട, കുറച്ച് അകത്തേ ഉള്ളൂ. ശരിയായോ? ആ ഇപ്പൊ കാണാം. The concept of family is central to Indian society and forms the most basic and essential unit of social structure. A family is a close-knit domestic group composed of individuals who are connected either by blood, like parents and children, through marriage, like husband and wife, or by legal bonds, such as through adoption. It usually consists of a father, mother, and children and plays a crucial role in the upbringing and development of every individual. The യെസ്, family is മതി മതി. considered the primary. യെസ് യെസ്, ഓക്കെ, താങ്ക് യു.
ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് സെൻട്രൽ ടു ഇന്ത്യൻ സൊസൈറ്റി. നമ്മുടെ ഇന്ത്യൻ വംശജരെ സംബന്ധിച്ചിടത്തോളം ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ വലിയൊരു കോൺസെപ്റ്റ് ആണ്. വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാര്യമാണ് ഫാമിലി. ഫാമിലിയെ തൊട്ട് കളിച്ചാൽ നമ്മൾ ഉപദ്രവിക്കും. ഫാമിലിക്ക് എന്തെങ്കിലും പറ്റിയാൽ നമുക്ക് വിഷമമാകും, ഇമോഷൻസ് ഉണ്ടാവും. അപ്പൊ ഇന്ത്യൻ സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ഫാമിലി വളരെ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള പാർട്ടാണ്. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സോഷ്യൽ സ്ട്രക്ചറിന്റെ ഭാഗമാണ്. ഫാമിലി ഇസ് എ ക്ലോസ് നൈറ്റ് ഡൊമസ്റ്റിക് ഗ്രൂപ്പ് കമ്പോസ്ഡ് ഓഫ് ഇൻഡിവിജ്വൽസ് ഹു ആർ കണക്റ്റഡ്. ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ വളരെ അടുത്തുള്ള ആളുകളായിരിക്കും ഫാമിലിയുടെ അകത്ത് ഉണ്ടാവുക. ആരൊക്കെ ആയിരിക്കും? അതിൻ്റെ അകത്തുള്ള ഓരോ മെമ്പേഴ്സും ഒന്നുകിൽ കണക്റ്റഡ് ഐദർ ബൈ ബ്ലഡ് റിലേഷനിലൂടെ ഉള്ള ആളുകളായിരിക്കും. എന്റെ വീട്ടിൽ ഇപ്പൊ എന്റെ അച്ഛൻ, അമ്മ, എന്റെ സിസ്റ്റേഴ്സ്, ഞങ്ങളൊക്കെ ബ്ലഡ് റിലേഷൻ ആണ്. ഞങ്ങളെ സിസ്റ്റർ എല്ലാവരും ഞാനും എന്റെ അച്ഛൻ അമ്മയുടെ ബ്ലഡിൽ നിന്ന് ഉണ്ടായതാണ്. അപ്പോ കണക്റ്റഡ് ബൈ ബ്ലഡ് ആണ്. അല്ലെങ്കിൽ ത്രൂ മാരേജ്, ഞാനൊരു വിവാഹം കഴിച്ചാൽ എന്റെ ഭാര്യയും ഞാനും ജീവിക്കുമ്പോൾ ഞങ്ങൾ ഒരു ഫാമിലിയാണ്. ഞങ്ങൾ തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിച്ചാൽ ബൈ ബ്ലഡ് അല്ല, ഞങ്ങൾ ത്രൂ മാരേജ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അങ്ങനെ ഒരു ഫാമിലി ആയതാണ്. അല്ലെങ്കിൽ ബൈ ലീഗൽ ബോണ്ട് എഴുതി റിലേഷൻ ആയിട്ടുണ്ടാവും. ഇപ്പൊ എനിക്ക് മക്കളൊന്നും ഇല്ല, അപ്പൊ ഞാൻ എന്ത് ചെയ്യും? അഡോപ്ഷൻ, സച്ച് ആസ് ത്രൂ അഡോപ്ഷൻ. ഞാൻ കുട്ടികളെ ദത്തെടുക്കും. ദത്തെടുത്തു കഴിഞ്ഞാൽ സ്വന്തം അച്ഛനെ പോലെയാണ് പിന്നെ. അപ്പോ ഞാനും എന്റെ ദത്തെടുത്ത കുട്ടികളും ഞങ്ങളൊരു ഫാമിലിയാണ്. അപ്പൊ ഒരു ഫാമിലി പല രീതിയിൽ ഒറിജിനേറ്റ് ചെയ്യാം. ത്രൂ ലീഗൽ ബോൺസ്, ത്രൂ മാരേജ്, ത്രൂ ബ്ലഡ്. ഈ രീതിയിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഇന്ത്യയിൽ ഫാമിലീസ് ഒറിജിൻ ചെയ്യാറുണ്ട്. ഇറ്റ് യൂഷ്വലി കൺസിസ്റ്റ് ഓഫ് എ ഫാദർ, മദർ ആൻഡ് ചിൽഡ്രൻ ആൻഡ് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ദി അപ്ബ്രിങ്ങിങ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് എവറി ഇൻഡിവിജ്വൽ. ഒരു ഫാമിലിയുടെ അകത്ത് സാധാരണ ഉള്ളത് അച്ഛൻ, അമ്മ, കുട്ടികളാണ്. ഇവര് നമ്മുടെ സൊസൈറ്റിയുടെ ഡെവലപ്മെന്റിന് വളരെയധികം ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഭാഗമായിട്ടുള്ള ആളുകളാണ്. ദി ഫാമിലി ഈസ് കൺസിഡേർഡ് ദി പ്രൈമറി ഗ്രൂപ്പ് വെയർ എ ചൈൽഡ് ഫസ്റ്റ് ലേൺ സോഷ്യൽ ബിഹേവിയർ. ഒരു ഫാമിലിയാണ് ഒരു കുട്ടിയുടെ ആദ്യത്തെ വീട്, ആദ്യത്തെ സ്കൂള്. ഞാൻ പഠിച്ച ആദ്യത്തെ സ്കൂള് LKG അല്ലെങ്കിൽ അതിനു മുമ്പ് പഠിച്ച അംഗൻവാടിയോ അല്ല. എന്റെ ആദ്യത്തെ സ്കൂൾ എപ്പോഴും ഒരു വീടാണ്. കാരണം എന്റെ വീട്ടിൽ നിന്നാണ് മോറൽ വാല്യൂസും ബിഹേവിയറും അതെല്ലാം ഞാൻ കണ്ടുപഠിക്കുന്നത്. ഹൗ ടു ലിവ് ആസ് എ റെസ്പോൺസിബിൾ മെമ്പർ ഓഫ് എ സൊസൈറ്റി. ഒരു സമൂഹത്തിൽ എത്ര ഉത്തരവാദിത്തത്തോടു കൂടി ജീവിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് ഒരു കുടുംബത്തിൽ നിന്നാണ്. അപ്പൊ കുടുംബം എന്ന് പറഞ്ഞ സാധനത്തിന്റെ ഒരു റിലവൻസ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ആവശ്യകത, അതിന്റെ ഒരു എഫക്റ്റീവ്നെസ്, അത് വളരെയധികം ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. എ ഗുഡ് ഫാമിലി പ്രൊവൈഡ്സ് ദി ഫൗണ്ടേഷൻ ഫോർ ബിൽഡിംഗ് എ റെസ്പോൺസിബിൾ ആൻഡ് വെൽ റൂട്ടഡ് ജനറേഷൻ. ഒരു നല്ല ഫാമിലിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് നല്ല രീതിയിലുള്ള ഒരു റൂണ്ടഡ് ജനറേഷനിൽ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാളായിട്ട് കഴിഞ്ഞു വരാൻ പറ്റും. നിങ്ങൾ ഇതൊന്നും എക്സാമിന് ഇരുന്ന് പഠിക്കേണ്ട സാധനങ്ങളല്ല കേട്ടോ. ഇതൊരു ഇൻട്രൊഡക്ഷൻ ആണ്. നിങ്ങൾ വെറുതെ കേട്ടിരുന്നാൽ മതി. ഇതൊന്നും പഠിക്കണ്ട. ഇതൊന്ന് ഫാമിലി വളരെ ക്രൂഷ്യൽ ആണ്, മനസ്സിലാക്കിയിരിക്കണം. ഫാമിലി എന്ന് പറഞ്ഞ ഈ രീതിയിലൊക്കെയാണ് ഉണ്ടാവാറ്. ഒരു അച്ഛനമ്മ മകനൊക്കെയാണ് ഫാമിലിയിൽ ഉള്ളത് എന്ന് വെറുതെ കേട്ടിരുന്നാൽ മതി. ഞാൻ വായിക്കുന്നത് ജസ്റ്റ് ഹിയർ ചെയ്താൽ മതി. ഇതൊന്നും നിങ്ങൾ പഠിക്കണ്ട. എ ഗുഡ് ഫാമിലി പ്രൊവൈഡ്സ് ദി ഫൗണ്ടേഷൻ ഫോർ ബിൽഡിംഗ് എ റെസ്പോൺസിബിൾ ആൻഡ് വെൽ റൗണ്ടഡ് ജനറേഷൻ. ബിയോണ്ട് ഇമോഷണൽ സപ്പോർട്ട്, ദി ഫാമിലി ആക്ട്സ് ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ഫോസ്റ്റേഴ്സ് വാല്യൂസ് ലൈക്ക് ലവ്, കെയർ, പ്രൊട്ടക്ഷൻ. ഒരു ഇമോഷണൽ ആയിട്ടുള്ള, അതായത് ഒരു ഇമോഷണൽ എന്ന വാക്കിന്റെ വികാരം, വികാരപരമായിട്ടുള്ള ഒരു സപ്പോർട്ട് മാത്രമല്ല ഒരു ഫാമിലിയിൽ നിന്ന് ഉണ്ടാകുന്നത്. മറിച്ച് എന്തൊക്കെ ഉണ്ടാവാറുണ്ട്? സ്നേഹം, കരുണ, മറ്റ് വാത്സല്യം, ഇതെല്ലാം കൂടി കിട്ടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മുടെ ഫാമിലി എന്ന് പറയുന്ന ഒരു സാധനം. ഓക്കെ, അപ്പൊ അത്ര അധികം റെലവൻസ് ഉള്ള ഒരു സാധനമാണ് ഫാമിലി എന്നുള്ളത് എന്ന് മനസ്സിലാക്കി വെക്കുക. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫാമിലി എന്ന് പറഞ്ഞൊരു ടോപ്പിക് കൊടുത്തിട്ടുണ്ട്. ഇതും നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. ഇതൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ഇതൊന്നും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല. ഫാമിലി ലോ എന്ന് പഠിക്കുമ്പോൾ ഫാമിലി എന്താണെന്ന് മനസ്സിലാക്കണമല്ലോ. അപ്പൊ അതിനുവേണ്ടി കൊടുത്തൊരു സാധനമാണ്. ഈ ഒരു സാധനം നോക്കി വെച്ചോ, ടൈപ്സ് ഓഫ് ഫാമിലീസ്. ഇത് വേണമെങ്കിൽ ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. പല രീതിയിലുള്ള ഫാമിലികൾ ഉണ്ടാവും. ഓക്കെ, എന്ത് പറ്റി വീണ ഗോപി ചേച്ചി? എന്തെങ്കിലും സംശയം ചോദിക്കുന്നുണ്ടോ? സ്ക്രീൻ ബ്ലർ ആണല്ലോ, ക്ലിയർ ആണല്ലോ. കാണുന്നില്ല. എല്ലാവർക്കും ഒരുപോലെയാണോ? കുഴപ്പമില്ലല്ലോ. ഓക്കെ, ബാക്കിയുള്ളവർക്കോ? പൂജ, ദിയ? കാണാം, സ്ക്രീൻ കാണാം. കാണുന്നുണ്ട്. അപ്പോ വീണ, നിങ്ങളുടെ ഒരു നെറ്റ് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. കാണുന്നുണ്ടല്ലേ? അപ്പോ ഒന്ന് ലെഫ്റ്റ് ആയിട്ട് ഒന്ന് കയറി നോക്കുക. എന്നിട്ടേ ഡബിൾ ക്ലിക്ക് ഒക്കെ ചെയ്തൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ മതി. ഇൻ കേസ് ഇനിയും ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ തൽക്കാലം നെറ്റ് ഇഷ്യൂ ആയിരിക്കും, കയറി വരുമ്പോൾ ശരിയാവുമായിരിക്കും. നാളെ മുതൽ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ ഞാൻ നോട്ട് അയച്ചു തന്നേക്കാം. അപ്പൊ നിങ്ങൾ നോട്ടിൽ തന്നെ ശ്രദ്ധിച്ചിരുന്നു. അപ്പൊ പിന്നെ പ്രശ്നം പോലും ഉണ്ടാവില്ല. ഓക്കെ, ടൈപ്സ് ഓഫ് ഫാമിലീസ്. പലതരത്തിലുള്ള ഫാമിലീസിനെ പറ്റി നമ്മൾ പഠിക്കും. മൊണോഗമസ്. ഒരു കാര്യം പറയട്ടെ, നമ്മളിവിടെ കേരളത്തില് മോസ്റ്റ് സ്ഥലങ്ങളിലും കല്യാണം കഴിച്ചു കഴിയുമ്പോൾ ചെക്കൻ പെണ്ണിന്റെ വീട്ടിൽ പോയി പെണ്ണ് ചെക്കന്റെ വീട്ടിൽ പോയി ജീവിക്കാറ്, അങ്ങനെയല്ലേ?
പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ ചെക്കന്റെ വീട്ടിലല്ലേ. കണ്ണൂരിൽ എങ്ങനെയാണ് വിനോദ് ചേട്ടാ, ഒരു ട്രെൻഡ് എങ്ങനെയാണ് കണ്ണൂരിൽ? കണ്ണൂരില് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിനിടയില് പയ്യൻ പെണ്ണിന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. ഓ, മുസ്ലിം കമ്മ്യൂണിറ്റിയിലല്ല അങ്ങനെ. അതെ, എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അപ്പൊ ഞാൻ അത് അറിയാൻ സാധിച്ചു അങ്ങനെ. അപ്പൊ കണ്ണൂരിലൊക്കെ അങ്ങനെയാണ് ട്രെൻഡ്. മുസ്ലിംസ് തിരിച്ച് ഹിന്ദു ഫാമിലീസിന് നേരെ ഹസ്ബൻഡിന്റെ വീട്ടിലോട്ട് വരികയാണ്. അതെ അതെ, ബാക്കിയുള്ളവരൊക്കെ അങ്ങനെയാണ് അല്ലെ. സ്ത്രീകള്, ലേഡീസ് ഹസ്ബൻഡ് വീട്ടിൽ പോയി ജീവിക്കും. ചില സ്ഥലങ്ങളിൽ ചില കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ നേരെ തിരിച്ച് ഹസ്ബൻഡ് ലേഡീസിന്റെ വൈഫിന്റെ വീട്ടിൽ പോയി താമസിക്കും. അപ്പൊ ഇതിനൊക്കെ ഒരു പേരുണ്ട് ഇങ്ങനെ. അത് നമ്മൾ ഇത്ര നാൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അല്ലേ. അതായത് ഹസ്ബൻഡിന്റെ വീട്ടിൽ വന്ന് വൈഫ് താമസിക്കുമ്പോൾ ആ ഒരു ഫാമിലിക്ക് ഒരു പേരുണ്ട്. ഹസ്ബൻഡ് വൈഫിന്റെ വീട്ടിൽ പോയി താമസിക്കുകയാണെങ്കിൽ ആ ഫാമിലിക്ക് വേറെ പേരുണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കും. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എല്ലാം എങ്കിൽ പോലും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ബേസ്ഡ് ഓൺ മാരേജ് പ്രാക്ടീസ്, കല്യാണത്തിന്റെ ഒരു രീതിയിൽ, ഒരു വൈവാഹിക ജീവിതത്തിന്റെ ബേസിസിൽ പല രീതിയിലുള്ള ഫാമിലീസ് ഉണ്ട്. ഒന്ന് മോണോഗമസ് ഫാമിലി. മോണോഗമസ് ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ പ്രൊനൗൺസിയേഷനിൽ ചിലപ്പോൾ തെറ്റുകൾ സംഭവിക്കാട്ടോ, മിസ്റ്റേക്ക് എനിക്ക് ഇംഗ്ലീഷിന്റെ അകത്ത് കുറച്ച് എറർസ് ഉണ്ട്. അത് ഇതിന് മുന്നത്തെ ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷ് വായിക്കുമ്പോൾ ചിലപ്പോൾ തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം. ഓക്കെ. ഇറ്റ് ഈസ് ദി മോസ്റ്റ് കോമൺ ടൈപ്പ് വെർ വൺ മാൻ ഇസ് മാരിഡ് ടു വൺ വിമൺ ആൻഡ് ദേ ലിവ് വിത്ത് ദെയർ ചിൽഡ്രൻ. ഒരു ആണും ഒരു പെണ്ണും, ഭർത്താവ്, ഭാര്യ, മക്കള്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഫാമിലി. അതിനാണ് മോണോഗമസ് ഫാമിലി എന്ന് പറയുന്നത്. അച്ഛൻ, അമ്മ, മകൻ. ഇതിനാണ് മോണോഗമസ് ഫാമിലി. നമ്മുടെയൊക്കെ ഫാമിലി, സാധാരണ ഫാമിലിയൊക്കെ മോണോഗമസ് ഫാമിലിയാണ്. രണ്ടാമത്തത് പോളിഗമസ് ഫാമിലി. ഇൻക്ലൂഡ്സ് വൺ ഹസ്ബൻഡ് വിത്ത് മോർ ദാൻ വൺ വൈഫ്. ഒരു വീട്ടിൽ ഒരു ഭർത്താവും ഒന്നിലധികം ഭാര്യമാരും. രണ്ടാം കെട്ടൊക്കെ കെട്ടിയ ആൾക്കാരില്ലേ, അവരുടെ ഫാമിലിയെ പോളിഗമസ് ഫാമിലി എന്നാണ് വിളിക്കുന്നത്. ഒരു ഹസ്ബൻഡും ഒന്നിലധികം വൈഫുമാരുമുള്ള ഫാമിലിയെ പോളിഗമസ് ഫാമിലി എന്ന് വിളിക്കും. ഇനി നേരെ തിരിച്ച്, ഒരു വൈഫിന് ഒന്നിലധികം ഹസ്ബൻഡുമാര്, ആ ഒരു ഫാമിലിയെ പോളിയാൻഡ്രിയസ് ഫാമിലി എന്ന് വിളിക്കും. പോളിയാൻഡ്രിയസ് ഫാമിലി ഇസ് വൺ ഇൻ വിച്ച് വൺ വിമൻ ഇസ് മാരിഡ് ടു മോർ ദാൻ വൺ മാൻ. ഒരു ഭാര്യയും ഒന്നിലധികം ഭർത്താവും അങ്ങനെയാണ് ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ പോളിയാൻഡ്രിയസ് ഫാമിലി എന്ന് വിളിക്കും. ഒരു ഭർത്താവും ഒന്നിലധികം ഭാര്യമാരും അങ്ങനെയാണ് ജീവിക്കുന്നതെങ്കിൽ പോളിഗമസ് ഫാമിലി എന്ന് വിളിക്കും. സാധാരണ ഒരു ഭർത്താവ് ഒരു ഭാര്യ കറക്റ്റ് ഒരു സ്റ്റാൻഡേർഡ് ഫോമിലാണ് ജീവിക്കുന്നതെങ്കിൽ മോണോഗമസ് ഫാമിലി എന്ന് വിളിക്കും. അപ്പൊ മാരേജ് പ്രാക്ടീസിന്റെ ബേസിസിൽ നമുക്ക് മാരേജിനെ ഇത്തരം 3 രീതിയിലായിട്ട് തിരിക്കാൻ പറ്റും. മോണോഗമസ് ഫാമിലി, പോളിഗമസ് ഫാമിലി, പോളിയാൻഡ്രിയസ് ഫാമിലി എന്ന് ക്ലാസിഫിക്കേഷൻ നടത്താൻ പറ്റും. ഇനി താമസിക്കുക. താമസത്തിന്റെ ബേസിസിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഭർത്താവ് ഭാര്യയുടെ വീട്ടിൽ, അതിന്റെ ബേസിസിൽ മാട്രിലോക്കൽ ആൻഡ് പാട്രിലോക്കൽ. മാട്രിലോക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് റെസിഡൻസ് റിഫേഴ്സ് ടു എ ലിവിംഗ് അറേഞ്ച്മെന്റ് വെയർ ദി ഹസ്ബൻഡ് ആൻഡ് വൈഫ് വിത്ത് വൈഫ്സ് ഫാമിലി. ഭർത്താവും ഭാര്യയും കല്യാണത്തിന് ശേഷം ഭർത്താവിന്റെ വീട്ടിൽ പോയി ജീവിക്കുന്നു. അതിനെ മാട്രിലോക്കൽ എന്ന് വിളിക്കും. ഹസ്ബൻഡ് ഭാര്യയുടെ വീട്ടിൽ പോയി താമസിക്കുന്നതിനെ മാട്രിലോക്കൽ എന്ന് വിളിക്കും. ഹസ്ബൻഡ് ലിവ്സ് വിത്ത് ദി വൈഫ്സ് ഫാമിലി. ഹസ്ബൻഡ് ഭാര്യയുടെ വീട്ടിൽ പോയി ജീവിക്കുകയാണെങ്കിൽ അതിനെ മാട്രിലോക്കൽ എന്ന് വിളിക്കും. ഇനി പാട്രിലോക്കൽ എന്താ? റിസൈഡ്സ് ഇൻ വെയർ ദി വൈഫ് മൂവ്സ് ടു ഇൻ വിത്ത് ദി ഹസ്ബൻഡ്സ് ഫാമിലി. വൈഫ് ഹസ്ബൻഡിന്റെ ഫാമിലി ഒന്നാണ് ജീവിക്കുന്നത്, അതാണ് നോർമൽ. അതിനെ പാട്രിലോക്കൽ എന്ന് വിളിക്കും. അതായത് പാട്രി എന്ന വാക്കിന്റെ അർത്ഥം ഭർത്താവ്, ആൺ മെയ്ക്കോയ്മ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അതായത് ആണുങ്ങളുടെ ഒരു ഇത്, അതാണ് ആ ഒരു വാക്കിന്റെ അർത്ഥം. മാട്രിലോക്കൽ എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടേതായ ഒരു ഇത്. അതായത് സ്ത്രീയുടെ വീട്ടിൽ വന്ന് ഹസ്ബൻഡ് താമസിക്കുമ്പോൾ അതിനെ മാട്രിലോക്കൽ ഫാമിലി എന്ന് വിളിക്കും. ഹസ്ബൻഡ് വീട്ടിൽ പോയി വൈഫ് താമസിക്കുന്നതിനെ പാട്രിലോക്കൽ എന്ന് വിളിക്കും. അപ്പൊ റെസിഡൻസിന്റെ ബേസിസിൽ ഇങ്ങനെ രണ്ടായിട്ട് തിരിക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ബേസ്ഡ് ഓൺ ലീനേജ്, കുടുംബപരമായ കണക്കുകൾ എടുക്കുമ്പോൾ ചിലരെ കണക്ക് കൂട്ടുന്നത് എന്റെ അച്ഛന്റെ അച്ഛൻ ഇന്ന ആളുടെ ഇപ്പൊ എന്റെ അച്ഛന്റെ അച്ഛന്റെ പേര് കുഞ്ഞുമൊയ്തീൻ എന്നാണ്. കുഞ്ഞുമൊയ്തീന്റെ മകൻ ആഷിം, ആഷിമിന്റെ മകൻ കമർ, ഇങ്ങനെയാണ് ഞാൻ അറിയപ്പെടാറ്. അല്ലെങ്കിൽ ഇവിടെ നാട്ടിലൊക്കെ പോയാൽ ഇങ്ങനെ ഫാദറിന്റെ പേര് പറഞ്ഞിട്ട് അറിയപ്പെടുന്നത്. ചില സ്ഥലങ്ങളിൽ അങ്ങനെ ആയിരിക്കില്ല. ചില കസ്റ്റംസിൽ ഉമ്മമാരുടെ പേരായിരിക്കുള്ളൂ. ഇന്ന ഉമ്മാടെ ഉമ്മ. അപ്പൊ എന്റെ ഉമ്മാടെ പേര് സുൽഫത്ത് എന്നാണ്, ഉമ്മാടെ പേര് ജഷീന എന്നാണ്. അപ്പൊ സുൽഫത്തിന്റെ മകൾ ജഷീനയുടെ മകൻ കമർ. അപ്പൊ ഇങ്ങനെയാണ് ഒരു സ്ത്രീകളുടെ ലീനേജിന്റെ ബേസിസിലാണ് ഒരു ഫാമിലി അറിയപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ മാട്രിലീനിയൽ ഫാമിലി എന്ന് പറയും. പുരുഷന്മാരുടെ ഒരു ലീനേജിന്റെ ബേസിസിലാണ് അറിയപ്പെടുന്നതെങ്കിൽ അതിനെ പാട്രിലീനിയൽ ഫാമിലി എന്ന് പറയും. മാട്രിലീനിയൽ ഫാമിലി ട്രേസസ് ആൻസിസ്ട്രി ആൻഡ് ഇൻഹെറിറ്റൻസ് ത്രൂ ദി ഫീമെയിൽ ലൈൻ. ഫീമെയിൽ ലൈനിലൂടെ ആയിരിക്കും അറിയപ്പെടുന്നത് അനന്തരാവകാശം. അതായത് ഉമ്മ മരിച്ച ഉമ്മയുടെ സ്വത്തായിരിക്കും മക്കൾക്ക് കിട്ടുക, അച്ഛൻ്റെ അല്ല. അപ്പൊ ആ രീതിയിൽ ഒരു ഫാമിലി ലീനേജ് പോകുന്നതിനെ മാട്രിലീനിയൽ ഫാമിലീസ് എന്ന് പറയും. പാട്രിലീനിയൽ എന്ന് പറയുന്നത് നേരെ തിരിച്ച് അച്ഛനിലൂടെ ഒരു ജനറേഷൻ പാസ് ചെയ്യുന്നു, അച്ഛനിലൂടെ അറിയപ്പെടുന്നു, ആ രീതിയിലൂടെ ഇൻഹെറിറ്റൻസ് കൊടുക്കപ്പെടുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ പാട്രിലീനിയൽ ഫാമിലി എന്ന് അറിയപ്പെടും. അപ്പൊ ലീനേജിന്റെ ബേസിസിൽ മാട്രിലീനിയലും പാട്രിലീനിയൽ ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. അതർ ടൈപ്സ്, പിന്നെയും കുറച്ച് ടൈപ്പ് ഉണ്ട്. കൺജുഗൽ ഫാമിലി. കൺജുഗൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഇരുന്ന് പഠിക്കേണ്ട ടോപ്പിക് അല്ല കേട്ടോ, അതുകൊണ്ടാണ് ഇച്ചിരി സ്പീഡിൽ പറഞ്ഞു പോകുന്നത്.
ഇതൊന്നും എസ്സേ ആയിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമൊന്നുമല്ല. ചോദിച്ചാൽ വെറുതെ ചോദിക്കാം, വാട്ട് ആർ ദി ടൈപ്സ് ഓഫ് ഫാമിലി, അല്ലെങ്കിൽ ഫാമിലിയെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ ജസ്റ്റ് ഫാമിലി എന്താന്ന് പറഞ്ഞിട്ട് ഇതൊന്നും എഴുതുക, അത്രേ ഉള്ളൂ. അപ്പൊ അത്രയധികം ഇരുന്ന് പഠിക്കേണ്ടതൊന്നുമല്ല, ഇങ്ങനെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ടൈം ഉണ്ട് നമുക്കിപ്പോ, ഇതൊന്നും പഠിച്ച ഒരു കുഴപ്പമില്ല. എക്സാമിന് വരലും വരാതിരിക്കലൊക്കെ അവിടെ ഇരിക്കട്ടെ, നമുക്ക് നല്ല സമയമുണ്ട്. ഇത് നിങ്ങൾ എല്ലാവരും നിർബന്ധമായിട്ട് പഠിക്കണം. നമ്മുടെ ട്യൂഷനിൽ പഠിക്കുന്നവർ നിർബന്ധമായിട്ടും പഠിക്കണം. ഞാൻ നാളെ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും, ഞാൻ എക്സാം ഇടുമ്പോൾ ഇതൊക്കെ ഇടും. കാരണം നമുക്ക് എക്സാം പാസ്സാവൽ മാത്രമല്ല നമ്മുടെ ഇന്റൻഷൻ സബ്ജക്റ്റിനെ പറ്റി നന്നായിട്ട് പഠിക്കുക, നിങ്ങൾക്ക് സോഷ്യലി നല്ല അവെയർ ഉണ്ടായിരിക്കുക. അപ്പൊ ഇതെല്ലാം പഠിക്കണം. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത്ര അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗങ്ങളൊന്നുമല്ല. കൺജുഗൽ ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് ഫോംഡ് ബേസ്ഡ് ഓൺ മാരിറ്റൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അഡൾട്ട്സ്. ഒരു ഫാമിലിയുടെ അകത്ത് അഡൾട്ട് ആയിട്ടുള്ള ആളുകൾ മാത്രമേ ഉണ്ടാവുക, അഡൾട്ട് ആയിട്ടുള്ള ആളുകൾ മാത്രം ജീവിക്കുന്ന ഒരു ഫാമിലിയെ കൺജുഗൽ ഫാമിലി എന്ന് പറയും. കുട്ടികൾ ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം, പക്ഷെ അവിടെ അത്ര വലിയ പ്രാധാന്യം കുട്ടികൾക്കില്ല. അഡൾട്ടുകൾ മാത്രം. മക്കളെ കെട്ടിച്ചുവിട്ട മക്കള് ഹസ്ബൻഡും കൂടി കൊൽക്കട്ടയിലൊക്കെ പോയി അവിടെ ജീവിക്കും, അല്ലെങ്കിൽ വല്ല സൗദിയിലോ അമേരിക്കയിലോ പോയി ജീവിച്ച ഒരു കൺജുഗൽ ഫാമിലിയാണ്. കോൺസാഗ്വിൻ ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് ഫോംഡ് പ്രൈമർലി ത്രൂ ബ്ലഡ് റിലേഷൻ. ബ്ലഡ് റിലേഷനിലുള്ള ആളുകൾ മാത്രം താമസിക്കുന്ന ഫാമിലിയെ കോൺസാഗ്വിൻ ഫാമിലി എന്ന് പറയും. കല്യാണം കഴിക്കുന്നതിന് തൊട്ട് മുന്നേ വരെയും കോൺസാഗ്വിൻ ഫാമിലി ആയിരിക്കും, അച്ഛനമ്മ മക്കളൊക്കെ ആയിരിക്കും. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കൺജുഗൽ ഫാമിലി ആവും. കഴിക്കുന്ന ആളും ഭർത്താവും അല്ലെങ്കിൽ ഭാര്യയും തമ്മിൽ മാറി താമസിക്കുമ്പോൾ അത് കൺജുഗൽ ഫാമിലി. ബ്ലഡ് റിലേഷനിലൂടെ ഉള്ള ആളുകൾ മാത്രം താമസിക്കുന്ന ഫാമിലിയെ കൺസാഗ്വിൻ ഫാമിലി എന്ന് വിളിക്കും. ഇനി ന്യൂക്ലിയർ ഫാമിലി. ന്യൂക്ലിയർ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് എ സ്മോൾ ഫാമിലി യൂണിറ്റ് ദാറ്റ് ഇൻക്ലൂഡ്സ് ജസ്റ്റ് പാരന്റ്സ് ആൻഡ് ദെയർ ചിൽഡ്രൻ. ഒരു ഫാമിലിയുടെ അകത്ത് അച്ഛൻ, അമ്മ, മക്കള്, ഇവർ മാത്രമുള്ള ഒരു ഫാമിലിയെ ന്യൂക്ലിയർ ഫാമിലി എന്ന് വിളിക്കുന്നത്. മക്കള്, മക്കളുടെ മക്കള്, അച്ഛൻ, അച്ഛൻ്റെ അച്ഛൻ, അതൊരു ക്ലബ് ആയിട്ടുള്ള ഒരു വലിയ ഫാമിലിയാണ്. അത് വേറെ. ന്യൂക്ലിയർ ഫാമിലി എന്ന് പറഞ്ഞാൽ അച്ഛനും മക്കളും മാത്രം, അച്ഛനും അമ്മ മക്കള്, ഒരു സിംഗിൾ ഒരു ജനറേഷൻ മാത്രം. അതായത് അച്ഛനും അച്ഛന് താഴെയുള്ള മക്കളായിട്ടുള്ള ജനറേഷൻ, ഇവർ മാത്രം ജീവിക്കുന്ന ആ ഒരു ചെറിയ ഫാമിലിയെ ന്യൂക്ലിയർ ഫാമിലി എന്ന് വിളിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഒരു ടൈപ്സ് ഓഫ് ഫാമിലി എന്ന് പറഞ്ഞ ടോപ്പിക്കിന്റെ അകത്ത് നോക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ ഒന്ന് പെട്ടെന്ന് തംസപ്പെട്ട് നമുക്ക് മെയിൻ കാര്യങ്ങളിലോട്ട് എത്തണം. എത്തിയിട്ടില്ല ഇതുവരെ. ഇതൊരു ഇൻട്രൊഡക്ഷൻ ആണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സംശയങ്ങൾ ഉണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് മൈക്കോണാക്കി ചോദിക്കും. ഞാൻ ഇവിടെ ഇത്രയും നേരം ഫാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇപ്പൊ ഒന്ന് ഫാൻ ഇടുന്നുണ്ട്. ഫാൻ ഇടുന്ന ശബ്ദം ഒരു ബുദ്ധിമുട്ടാവുന്നുണ്ടോ, എഫക്റ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് പറയണം കേട്ടോ. നിങ്ങൾക്ക് കേൾക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഇപ്പൊ ഞാൻ ഫാൻ ഇട്ടിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഇടിച്ച് കേൾക്കുന്നുണ്ടോ എന്റെ ശബ്ദത്തിന് പറ്റാത്ത രീതിയിൽ? നിങ്ങൾ തംസപ്പ് ഇട്ടതിന് ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ എന്ന് മനസ്സിലാവുന്നില്ല. ആരെങ്കിലും ഒന്ന് മൈക്കോണാക്കി പറയാവോ? ബുദ്ധിമുട്ടാവുന്നുണ്ടോ? കുഴപ്പമൊന്നും തോന്നുന്നില്ല. ഓക്കെ. താങ്ക് യു. അപ്പൊ നമ്മൾ ടൈപ്സ് ഓഫ് ഫാമിലി, കൺജുഗൽ ഫാമിലി, കോൺസാഗ്വിൻ ഫാമിലി, ന്യൂക്ലിയർ ഫാമിലി, മാട്രിലിനിയൽ പെട്രിലിനിയൽ ഫാമിലി, ഇതെല്ലാം സ്പീഡിൽ പറഞ്ഞുകൊണ്ടല്ല, ഇത് ചെറിയ ടോപ്പിക്കാണ്, അതുകൊണ്ടാണ് നമ്മൾ അത്രയും നിൽക്കാത്തത്. ഇന്ത്യൻ കോൺസെപ്റ്റ് ഓഫ് സെക്യുലാരിസം. നമ്മുടെ രാജ്യത്ത് സെക്യുലാരിസം, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സെക്യുലർ എന്ന് പറഞ്ഞാൽ സെക്യുലറിസം ഉള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആണല്ലോ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് ആർട്ടിക്കിളാണ് സെക്യുലാരിസത്തിനെ പറ്റി പറയുന്നത്? നമ്മുടെ ഇന്ത്യ സെക്യുലർ ആണെന്ന് പറയുന്നത് ഏത് ആർട്ടിക്കിളിലാണ്? നോക്കട്ടെ, ആരാ ഉത്തരം പറയുന്നത്? ആരെത്ര ബ്രില്യന്റ് നോക്കട്ടെ. ബ്രില്യന്റ് ഒന്നും വേണ്ട, നിങ്ങൾ സെക്കൻഡ് സെമ്മും ഫോർത്ത് ഇയർ ഒക്കെയാണ്. പറയൂ. റൈറ്റ് ആൻസർ. ആർട്ടിക്കിളിലൊന്നും അല്ല. ഞാനിങ്ങനെ പലതും പറഞ്ഞ് തെറ്റിക്കൂട്ടോ. ആർട്ടിക്കിളും ഞാൻ ചിലപ്പോ IPC-ലാണെന്നൊക്കെ പറയും. നിങ്ങൾ കറക്റ്റ് പറയണം. പ്രിയാമ്പിളിലാണ് പറയുന്നത്. We the people of India having solemnly resolved to constitute India into sovereign socialist secular democratic republic. സെക്കുലർ പ്രിയാമ്പിൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷനിലാണ് സെക്കുലാരിസത്തിനെ പറ്റി പറയുന്നത്. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സെക്കുലർ ആണ്. അതായത് നമ്മുടെ രാജ്യം സെക്കുലർ കൺട്രി ആണ്, വിച്ച് മീൻസ് ഫ്രീ ഫ്രം റിലീജിയൻ. നമ്മുടെ രാജ്യത്തിന് ഒരു ഒഫീഷ്യൽ റിലീജിയൻ ഇല്ല. നമ്മുടെ രാജ്യത്തിന് ഇന്ന റിലീജിയനിലുള്ളവർ മാത്രം എന്നൊരു കോൺസെപ്റ്റ് ഇല്ല. അതാണ് ഇന്ത്യ ഇസ് എ സെക്കുലർ കൺട്രി, മീനിങ് ദാറ്റ് ഇറ്റ് ട്രീറ്റ്സ് ഓൾ റിലീജിയൻ ഈക്വലി. എല്ലാ റിലീജിയനെയും ഒരുപോലെ വർത്തിക്കുന്ന, പെരുമാറുന്ന, പ്രാധാന്യം കൊടുക്കുന്ന ഒരു കൺട്രിയാണ് നമ്മുടെ രാജ്യം. നോട്ട് ഡിസ്ക്രിമിനേറ്റിംഗ് അഗെയിൻസ്റ്റ് എനി പെർട്ടിക്കുലർ റിലീജിയൻ. ദി ടേം സെക്കുലാരിസം വാസ് ഇൻക്ലൂഡഡ്. ഒറിജിനലി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇല്ലായിരുന്നു, പക്ഷെ ഇത് ആഡ് ചെയ്തതാണ്. എപ്പോ? 1976 ത്രൂ 42nd അമെന്റ്മെന്റ്, 42ാമത്തെ അമെന്റ്മെന്റിലൂടെ. ഇറ്റ് വാസ് ഒറിജിനലി കോയിൻഡ് ബൈ ജോർജ് ജേക്കബ് ഹോളിയോക്ക്. ഇതൊക്കെ ക്വിസ് കോമ്പറ്റീഷനിലൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. ആദ്യമായിട്ട് സെക്കുലാരിസം എന്നൊരു വാക്ക് കോയിൻ ചെയ്തത് ആരാണെന്ന്? ജോർജ് ജേക്കബ് ഹോളിയോക്ക് എന്ന് പറഞ്ഞ ആളാണ് ഇത് കോയിൻ ചെയ്തത്. And it's come from the Latin term seculum, meaning this world, present stage. എന്നർത്ഥം വരുന്ന സെക്കുലം എന്ന വാക്കിൽ നിന്നാണ് സെക്കുലാരിസം വന്നത്. In India, secularism follows concept of സർവധർമ്മ സമാഭവ.
സർവധർമ്മ സമാഭവ എന്ന അർത്ഥമാണ് സെക്യുലാരിസത്തിന് ഇന്ത്യയിലുള്ളത്. അതായത് ഓൾ റിലീജിയൻ ആർ ട്രീറ്റഡ് ഈക്വൽ വിത്ത് ഈക്വൽ റെസ്പെക്ട്. സർവധർമ്മ സമാസഭ എന്നുള്ളത് ഒരു സംസ്കൃത് വേർഡ് ആണ്. അതിന്റെ അർത്ഥം എല്ലാവരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യണം എന്നാണ്. ജവഹർലാൽ നെഹ്റു ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ സപ്പോർട്ടഡ് ദി ഐഡിയ ദി റിലീജിയൻ ഷുഡ് ബി ഫ്രീ ഫ്രം സ്റ്റേറ്റ് ഇന്റർഫിയറൻസ്. നമ്മുടെ റിലീജിയൻ എന്നുള്ളത് സ്റ്റേറ്റിന്റെ ഇന്റർഫിയറൻസ് ഉണ്ടാകാൻ പാടില്ല, സ്റ്റേറ്റിന്റെ അകത്ത് റിലീജിയൻ കലറാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു ഫസ്റ്റ് ആളാണ്, പറഞ്ഞിട്ടുള്ള ഒരാളാണ് നമ്മുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റു എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോ നമ്മളിപ്പോ ഈ സെക്യുലാരിസ്റ്റിനെ പറ്റി ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം എന്താ? നമ്മൾ പേഴ്സണൽ ലോയിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഫാമിലി ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിലെ എല്ലാ ആളുകളും ജീവിക്കുന്നുണ്ട്. അപ്പൊ നിലവിലുള്ള ഒരു റൂൾ എന്നുള്ളത് നമ്മുടെ ഇന്ത്യയിലുള്ളത് മുസ്ലിംസിന്റേതായ ശരിയ ലോ ഉണ്ട്, മുസ്ലിംസിന്റെ ആക്ടുകൾ ഉണ്ട്, ഹിന്ദുസിന് ഹിന്ദു അഡോപ്ഷൻ ആക്ട് ഉണ്ട്, ഹിന്ദു മെയിന്റനൻസ് ആക്ട് ഉണ്ട്, ക്രിസ്ത്യൻസിന് ക്രിസ്ത്യൻ മാരേജ് ആക്ട് ഉണ്ട്, സക്സഷൻ ആക്ട് ഉണ്ട്. അപ്പൊ ഓരോ റിലീജിയനും അവരുടേതായ നിയമങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. അപ്പോ നമ്മുടെ രാജ്യം സെക്യുലറും ആയിരിക്കണം, എന്ന റിലീജിയന്റെ സ്വാതന്ത്ര്യവും കൊടുക്കണം. അപ്പൊ അത് രണ്ടും കൂടി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണല്ലോ. അപ്പൊ അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ച സമയത്തും നമ്മൾ ഒരു ആർട്ടിക്കിൾ പഠിച്ച സമയത്ത് നമ്മൾ ഈ ഒരു ടോപ്പിക് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയില് പാർട്ട് 1 പഠിച്ചിരുന്നു. ഏതാണ് ആർട്ടിക്കിൾ എന്ന് ഓർമ്മയുണ്ടോ? ഒരു ആർട്ടിക്കിൾ പഠിച്ചപ്പോൾ നമ്മൾ ഇതെല്ലാം ഡിസ്കസ് ചെയ്തു. സെക്യുലാരിസം വേഴ്സസ് പേഴ്സണൽ ലോ എന്നൊരു ഡിബേറ്റ്. പേഴ്സണൽ ലോയിനെയും സെക്യുലാരിസത്തിനെയും ഒരുപോലെ കൊണ്ടുപോകാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ 1 പഠിച്ചിരുന്നു. അത് ഏതാണ് ആർട്ടിക്കിൾ എന്ന് ഓർമ്മയുണ്ടോ? ഒരു ആർട്ടിക്കിൾ പഠിച്ചപ്പോഴാണ് നമ്മളത് കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്തത്. ബെനിഫിറ്റും മെറിറ്റും ഡിമെറിറ്റും എല്ലാം പറഞ്ഞിരുന്നു. കറക്റ്റ് ആയിട്ട് ഉത്തരം ആർക്കും അറിയാൻ പറ്റും? ആർക്കും പറയാൻ പറ്റില്ല? ഇഷ്ടംപോലെ ബ്രില്യന്റ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. നിങ്ങൾ ഒരാൾ ഉത്തരം പറയും. ആരും ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഒരു ക്ലൂ തരാം. ക്ലൂ DPSP-യിലുള്ള ഒരു ആർട്ടിക്കിൾ ആണെന്നാണ് ക്ലൂ. ഇനി കണ്ടുപിടിച്ചോ. എന്നിട്ടും ആർക്കും ഉത്തരം പറയാൻ പറ്റുന്നില്ലേ? DPSP-യിലുള്ള ആർട്ടിക്കിൾ ഏതാണെന്ന് ആർക്കും അറിയില്ല. ആ ടോപ്പിക്കിന്റെ പേരെങ്കിലും ഓർമ്മയുണ്ടോ? ആർട്ടിക്കിളിൽ പറയുന്ന കാര്യം എന്താണെന്ന്? ഞാൻ തന്നെ കഴിഞ്ഞ വർഷം ട്യൂഷൻ പഠിപ്പിച്ചതാണ് കേട്ടോ ഇത്. ഞാൻ പേരെടുത്ത് ചോദിക്കാം. അല്ലെങ്കിൽ ഞാൻ തന്നെ ആര്യ എല്ലാരും ഞാൻ ഫസ്റ്റ് സെമ്മിൽ പഠിപ്പിച്ച സമയത്ത്, ഹൃദ്യ, മിത്ര എല്ലാരും ഫസ്റ്റ് സെമ്മിൽ ഇതൊക്കെ പഠിപ്പിച്ചു പോയതാണ്. ആർക്കും ഓർമ്മയില്ല? ഉത്തരം യൂണിഫോം സിവിൽ കോഡ് എന്നാണ്. യൂണിഫോം സിവിൽ കോഡ് ആർട്ടിക്കിൾ 44 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് പറയുന്നുണ്ട് നമ്മുടെ രാജ്യത്ത് ഒരു യൂണിഫോം സിവിൽ കോഡ് വേണം. അപ്പൊ അതിന്റെ കാരണമായിട്ട് പറയുന്ന ഇതാണ്. പേഴ്സണൽ ലോയിനെയും സെക്യുലാരിസത്തിനും ഒരുപോലെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് യൂണിഫോം സിവിൽ കോഡ്. എല്ലാ മതക്കാർക്കും വേണ്ടി ഒറ്റൊരു നിയമം. ആ ഒരു സംഭവത്തിനെ പറ്റി നമുക്ക് ഇവിടെയും പഠിക്കാനുണ്ട്. അത് നമ്മുടെ ഈ മൊഡ്യൂളിന്റെ ലാസ്റ്റ് നമ്മൾ പഠിക്കും. അപ്പോ ഇത് തമ്മിലുള്ള ഒരു ചെറിയൊരു കോൺഫ്ലിക്ട് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. ഡിസ്പൈറ്റ് ബീങ് എ സെക്യുലർ സ്റ്റേറ്റ്, ഇന്ത്യ ഫേസസ് കോൺഫ്ലിക്ട് ബിറ്റ്വീൻ പേഴ്സണൽ ലോ ആൻഡ് സെക്യുലർ ലോ. നമ്മുടെ രാജ്യത്ത് പേഴ്സണൽ ലോ സെക്യുലറിസം തമ്മിലൊരു കോൺഫ്ലിക്ട് നടക്കുന്നുണ്ട്. അതെങ്ങനെയാണ്? This is because different religious communities follow their own personal laws, particularly in matters like marriage, divorce, inheritance, and adoption. These personal laws are based on their respective religious texts and customs, leading to inequality and inconsistency in legal outcomes. ഓരോ റിലീജിയനും ഫോളോ ചെയ്യുന്നത് അവരുടേതായ റിലീജിയന്റെ ബുക്കുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ ബേസിസിലാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് അവരുടേതായ റിലീജിയനിലുള്ള ഇനിക്വാലിറ്റീസ് അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നു. ഇപ്പൊ മുസ്ലിം റിലീജിയനിലുള്ള ഒരാൾക്ക് ക്രിസ്ത്യൻ റിലീജിയനിലുള്ള ഒരാളുടെ നിയമത്തിനേക്കാൾ ഡിഫറെന്റ് ആയിരിക്കും. ചിലപ്പോൾ ചില വിഷയങ്ങളിൽ മുസ്ലിം സ്ത്രീകൾക്ക് ഇനിക്വാലിറ്റി കിട്ടുമായിരിക്കാം, ചിലപ്പോൾ അത് ക്രിസ്ത്യൻസിന് ഉണ്ടാവില്ല. ചിലപ്പോൾ ഏതെങ്കിലും മാറ്റേഴ്സിൽ ക്രിസ്ത്യൻസിന് ഇനിക്വാലിറ്റി കിട്ടും. അതായത് അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഏതെങ്കിലും നിയമം ഉണ്ടാവും, പക്ഷെ അത് മുസ്ലിംസിന് അനുഭവിക്കേണ്ടി വരില്ല. ചിലപ്പോൾ ഹിന്ദുസിൽ അങ്ങനെ ഒരു നിയമം ഉണ്ടാവും, പക്ഷെ അത് മുസ്ലിമിനും ക്രിസ്ത്യനും ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മുടെ ഇന്ത്യയിലുള്ള ആളുകൾക്ക് സെക്യുലർ ആണ് എന്നൊരു ടോപ്പിക് ഉണ്ടായിട്ട് പോലും പേഴ്സണൽ ലോയുടെ പേരിൽ ഇങ്ങനെ സെക്യുലാരിസത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള റിലീജിയന്റെ പേര് പറഞ്ഞ് ഇനിക്വാലിറ്റി ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നടന്നു പോകുന്നുണ്ട് എന്നുള്ളൊരു പോയിന്റ് മാത്രം ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്യുക. അതുകൊണ്ടാണ് UUC യൂണിഫോം സിവിൽ കോഡ് വേണം എന്നൊരു ആവശ്യം ഒരുപാട് വന്നത് എന്ന് മാത്രം മനസ്സിലാക്കി വെക്കുക. ഈ ഒരു ടോപ്പിക്കിനെ പറ്റി നമ്മൾ വിശാലമായിട്ട് ഈ മൊഡ്യൂളിന്റെ ലാസ്റ്റ് പഠിക്കും. അന്നേരം നമുക്ക് നോക്കാം. ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് മാത്രം എന്ത് ചെയ്യുക, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഫീച്ചേഴ്സ് ഓഫ് സെക്യുലർ സ്റ്റേറ്റ്. ഒരു സെക്യുലർ സ്റ്റേറ്റിന്റെ ഫീച്ചറുകൾ ഏതൊക്കെയാണ്? ഇതെല്ലാം ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈക്വൽ റെസ്പെക്ട് ഫോർ ഓൾ റിലീജിയൻ. ഒരു സെക്യുലർ സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു റിലീജിയനും പ്രത്യേകം സ്ഥാനം കൊടുക്കൂല, എല്ലാ റിലീജിയനെയും ഒരുപോലെ ബഹുമാനിക്കും.
ഫ്രീഡം ഓഫ് റിലീജിയൻ, എല്ലാ മതക്കാർക്കും അവരുടേതായ മതങ്ങൾക്ക് ഫ്രീഡംസ് ഉണ്ടാവും. ആർട്ടിക്കിൾ 25 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ അതിനെപ്പറ്റി പറയുന്നുണ്ട്. നോ ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ റിലീജിയൻ, മതത്തിന്റെ പേരിൽ വേർതിരിവുകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ. സിറ്റിസൺസ് ഫസ്റ്റ്, റിലീജിയൻ സെക്കൻഡ്, മനുഷ്യർക്കായിരിക്കും സ്ഥാനം കൊടുക്കുന്നത്, മതങ്ങൾക്ക് രണ്ടാം സ്ഥാനമായിരിക്കും. സപ്പോർട്ട് ഫോർ റിലീജിയസ് എഡ്യൂക്കേഷൻ, മതവിദ്യാഭ്യാസങ്ങൾ നടത്താനുള്ള സ്വാതന്ത്ര്യം കൊടുക്കും. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 13 മൈനോറിറ്റീസ് ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ പണിയാമെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ പ്രൊമോഷൻ ഓഫ് സയന്റിഫിക് തിങ്കിങ്, മോറൽ വാല്യൂസ്, ഹ്യൂമാനിസം, നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്, സയന്റിഫിക് ആയിട്ടുള്ള രീതിയിൽ തിങ്ക് ചെയ്യാൻ വേണ്ടി കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഒരു സെക്യുലർ കൺട്രി ആണ് എന്നതിന്റെ ഏറ്റവും വലിയ ഫീച്ചറുകൾ. ഇതെല്ലാം നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഒന്നുകൂടെ ആവർത്തിക്കണേണ്, ഈ ഒരു ക്വസ്റ്റിനെ പറ്റി നമ്മൾ സെക്യുലാരിസം വേഴ്സസ് പേഴ്സണൽ ലോ എന്ന ടോപ്പിക്കിനെ പറ്റി നമ്മൾ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞ ടോപ്പിക്കിലാണ് കുറച്ചുകൂടെ പഠിക്കാനുള്ളത്. അത് നമ്മൾ ഈ മൊഡ്യൂളിൽ ലാസ്റ്റ് പഠിക്കും, അന്നേരം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇത്തരം പോയിന്റുകൾ ഉണ്ട്. ഒരു സെക്യുലർ സ്റ്റേറ്റിന് ഇതൊക്കെയാണ് ഫീച്ചറുകൾ എന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഇപ്പോഴും നമ്മൾ ടോപ്പിക്കിലോട്ട് എത്തിയിട്ടില്ല, ഇതെല്ലാം ഇൻട്രൊഡക്ഷൻ ആണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പൊ സ്പീഡിൽ പോയി ടോപ്പിക്കിലോട്ട് എത്താൻ വേണ്ടി ശ്രമിക്കണേണ്. നമുക്ക് ഹിന്ദു സോഴ്സസ് ഓഫ് ഹിന്ദു ലോ എന്നാണ് നമ്മുടെ ടോപ്പിക്കിന്റെ പേര്. അപ്പൊ ഹിന്ദു ലോ എന്ന വാക്കിന്, ഹിന്ദു ലോനെ പറ്റിയാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഹിന്ദു ലോ എന്ന വാക്ക് ഒറിജിൻ ചെയ്തത് എങ്ങനെയാണെന്നുള്ളത് ആദ്യം നോക്കണം. ഹിന്ദു ലോ, ഹിന്ദു എന്ന വാക്ക് എങ്ങനെ വന്നു എന്ന് പഠിക്കാം. അതിനുശേഷമല്ലേ ഹിന്ദു ലോ എങ്ങനെ വന്നു എന്ന് പഠിക്കാൻ പറ്റുന്നത്. The term Hindu is not originally found in ancient Indian religious or legal texts like ധർമ്മശാസ്ത്ര. നമ്മുടെ ഹിന്ദു ലോ, ഹൈന്ദവ വിശ്വാസത്തിലെ നിയമങ്ങൾ ശരിക്കും ധർമ്മശാസ്ത്ര, ധർമ്മശുത്ര എന്നൊക്കെ പറഞ്ഞ ഹൈന്ദവ വിശ്വാസികളുടെ റിലീജിയസ് ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ട്. അതിൽ നിന്നൊക്കെയാണ് ഹിന്ദുയുടെ ലോ എടുത്തേക്കുന്നത്. ഇപ്പൊ മുസ്ലിംസിന്റെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഖുറാനും ഹദീസൊക്കെ ഉണ്ടാവും, ക്രിസ്ത്യൻസിനാണെങ്കിൽ ബൈബിൾ ഉണ്ടാകും. അപ്പൊ അതേപോലെ ഹിന്ദുസിന്റെ ഒരു ഓൾഡ് ടെക്സ്റ്റുകളാണ് വേദാസും ധർമ്മശാസ്ത്ര, അതൊക്കെ നമ്മൾ പഠിക്കും. അതിൽ നിന്നാണ് ഹിന്ദു ലോ എടുത്തതെങ്കിൽ പോലും അവിടെ ഒന്നും ഒരു സ്ഥലത്തും ഹിന്ദു ലോ എന്ന് എഴുതിയിട്ടില്ല, അല്ലെങ്കിൽ ഹിന്ദു എന്ന വാക്ക് എഴുതിയേക്കുന്നതായിട്ട് കാണാൻ പറ്റൂല. കാരണം ഹിന്ദു എന്ന വാക്ക് ആദ്യമായി പറഞ്ഞത് അവരൊന്നുമല്ല. ഹിന്ദു എന്ന വാക്കിനെ പറ്റി ആദ്യം പറഞ്ഞത് ആരാണെന്ന് അറിയാവോ? ഗ്രീക്കുകാരാണ് ആദ്യമായിട്ട് ഹിന്ദു എന്ന ടേം യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അത് വരാനുള്ള റീസൺ, ഗ്രീക്കുകാര് നമ്മുടെ രാജ്യത്ത് ഒരു സിവിലൈസേഷൻ ഉണ്ടായിരുന്നല്ലോ, ഹാരപ്പൻ സിവിലൈസേഷൻ, നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു സിവിലൈസേഷൻ ആണ് എത്രയോ ആയിരക്കണക്ക് വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ ഹാരപ്പൻ സിവിലൈസേഷൻ ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ ഇൻഡസ് നദി എന്ന് പറഞ്ഞൊരു നദി ഉണ്ടായിരുന്നു, ഇൻഡസ് നദി. ഈ ഇൻഡസ് നദിയുടെ തീരത്ത് ജീവിക്കുന്ന ആളുകളെ ഗ്രീക്കുകാർ വിളിച്ചിരുന്നത് ഇൻഡ്യോ എന്നാണ്, ഇൻഡോയ് എന്നാണ്. ഇൻഡസ് നദിയുടെ തീരത്ത് ജീവിക്കുന്ന ആളുകൾ എന്ന അർത്ഥത്തിൽ ഇൻഡോയ് എന്നാണ് വിളിച്ചിരുന്നത്. എന്താണ് ഇൻഡോയ്. അങ്ങനെയാണ് ആളുകൾ വിളിച്ച് ഇൻഡോയ് വിളിച്ച് ഹിന്ദു ആയി മാറിയത്. അപ്പൊ ഇൻഡസ് നദിയുടെ തീരത്ത് ജീവിക്കുന്ന ഇൻഡോയ് എന്ന് വിളിച്ച് ഹിന്ദു എന്നായി വന്നതാണ്. അപ്പൊ ഹിന്ദുലോ എന്ന് പറയുമ്പോൾ ഹിന്ദു എന്ന വാക്ക് ഒരിക്കലും അവരുടെ റിലീജിയസ് ടെക്സ്റ്റിനകത്തൊന്നും പറഞ്ഞിട്ടില്ല. ഇത് ഇങ്ങനെയാണ് ഈ ഒരു ടേം ഒറിജിൻ ചെയ്തു വന്നതെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. These ancient scriptures which form the basis of Hindu law never used the word Hindu. ഈ ടെക്സ്റ്റുകളിൽ ഒരിടത്ത് പോലും ഹിന്ദു എന്ന വാക്ക് പറഞ്ഞിട്ടില്ല. ടു ഡിസ്ക്രൈബ് ദി റിലീജിയൻ ഓഫ് അവർ പീപ്പിൾ, ഈ വിശ്വാസികളെ ഹിന്ദു എന്ന് വിളിക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇൻസ്റ്റെഡ് ദി ടേം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ലേറ്റർ ബൈ ഫോറിനേഴ്സ്. മറിച്ച് ഈ ഒരു ടേം ആദ്യം യൂസ് ചെയ്തത് ഫോറിനേഴ്സ് ആയിട്ടുള്ള ആളുകളാണ്. അതെങ്ങനെയാണ് നോക്കാം. ഇറ്റ് വാസ് ദി ഗ്രീക്സ് ഹു ഫസ്റ്റ് യൂസ് ദി വേർഡ് ഇൻഡോയ് ടു ഡിസ്ക്രൈബ് ദി പീപ്പിൾ ലിവിംഗ് നിയർ ടു ദി ഇൻഡസ് റിവർ. ഇൻഡസ് റിവറിന്റെ അടുത്ത് ജീവിക്കുന്ന ആളുകളെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഗ്രീക്കുകാരാണ് ആദ്യം യൂസ് ചെയ്തത്. ദിസ് ടേം ഇവൻച്വലി ഇവോൾവ്ഡ് ഇൻ ടു ദി വേൾഡ് ഹിന്ദു. പിന്നീടാണ് അത് ഹിന്ദു ആയി മാറിയത്. അറ്റ് ദാറ്റ് ടൈം ദി വേൾഡ് ഡിഡ് നോട്ട് റെപ്രസെന്റ് എ റിലീജിയൻ ബട്ട് റാദർ എ ജോഗ്രഫിക്കൽ കൾച്ചറൽ ഐഡന്റിറ്റി. ഇത് ഈ ഒരു റിലീജിയനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയൊന്നല്ല, ആ ഒരു ജോഗ്രഫിയിൽ ജീവിക്കുന്ന ആളുകളെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് ഉപയോഗിച്ചതെങ്കിലും അവിടെ കൂടുതൽ ഹിന്ദു മതവിശ്വാസികളായതുകൊണ്ട് പിന്നെ അവരെ മൊത്തത്തിൽ ഹിന്ദു എന്നറിയപ്പെടാൻ തുടങ്ങിയതാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. Over the centuries, however, the word Hindu began to represent the religious and cultural practices of the people living in that region. കാലക്രമേണ ആ ഒരു റീജിയനിലെ ആളുകളുടെ വിശ്വാസത്തിന്റെ പേരിൽ ആളുകളെ ഹിന്ദു എന്ന് വിളിക്കുന്ന ഒരു രീതിയായി മാറുകയാണ് ഉണ്ടായത്. These practices were shaped by Vedic texts. ആ പ്രാക്ടീസസ് ഏതാണ്? അതായത് ആ വിശ്വാസികളുടെ പ്രാക്ടീസ് എന്നുള്ളത് വേദിക്കിന്റെ ബേസിസിലായിരുന്നു, കസ്റ്റംസിന്റെയും റിച്വൽസിന്റെ ഒക്കെ ബേസിസിലായിരുന്നു. എന്താണ് വേദിക്, കസ്റ്റംസ്, റിച്വൽസ് എന്നൊക്കെ ഉള്ളത് താഴെ പഠിക്കും. Thus, Hindu law is not the product of a single source but a collection of principles. അപ്പൊ ഹിന്ദു ലോ എന്നതിനെ പറ്റി നമ്മൾ പഠിച്ചു തന്നെയാണ് കേട്ടോ. ഹിന്ദു എന്ന വാക്കിനെ പറ്റി പഠിച്ചു. അപ്പൊ ഹൈന്ദവ വിശ്വാസത്തിലെ നിയമം എന്നുള്ളത് ഡ്രോൺ ഫ്രം വേരിയസ് ഏൻഷ്യന്റ് ടെക്സ്റ്റസ്. അതൊരൊറ്റ ബുക്കിലെ നിയമമൊന്നുമല്ല. അതായത് ഇന്ന സ്ഥലത്ത് എഴുതി വെച്ചേക്കുന്ന നിയമം മാത്രമല്ല ഹിന്ദു ലോ.
അതായത് മറിച്ച് പല സ്ഥലങ്ങളിൽ നിന്ന് എടുത്തെടുത്ത് ഉണ്ടായ ഒരു നിയമമാണ് ഹിന്ദു ലോ. അപ്പൊ ഹൈന്ദവ വിശ്വാസത്തിലെ നിയമം എന്നുള്ളത് ഒറ്റൊരു സ്ഥലത്ത് ഒരാൾ പറഞ്ഞു പോയ വാക്കുകൾ മാത്രമൊന്നുമല്ല. പല കാലഘട്ടങ്ങളിലായിട്ട് പല ആളുകളും പല രീതിയിലും പറഞ്ഞ വാക്കുകളും കളക്റ്റീവ് ആയിട്ടുള്ള ബുക്കുകളുടെയും സോഴ്സുകളിൽ നിന്നാണ് ഹിന്ദു വിശ്വാസ നിയമം എന്നൊരു നിയമം ഉടലെടുത്തത്. ബട്ട് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് പ്രിൻസിപ്പൾസ് ഡ്രോൺ ഫ്രം വേരിയസ് ഏൻഷ്യൻ ടെക്സ്റ്റുകൾ. പല ടെക്സ്റ്റുകളിൽ നിന്ന് എടുത്തിട്ടാണ് ഹിന്ദു ലോ എന്നൊരു നിയമം എന്ത് ചെയ്തത്, കോഡിഫൈ ചെയ്യപ്പെട്ടത്. Hindu law has been in practice for more than 5,000 years and continues to influence the personal lives of Hindus. 5000 വർഷങ്ങൾക്ക് മുമ്പ് ഹൈന്ദവ വിശ്വാസം ഉണ്ട്. എസ്പെഷ്യലി ഇൻ ദി മാറ്റേഴ്സ് ലൈക്ക് മാരേജ്. വിവാഹവുമായി ബന്ധപ്പെട്ട് ഹൈന്ദവ വിശ്വാസത്തിലെ നിയമങ്ങളുണ്ട്. ഇൻഹെറിറ്റൻസ്, അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട ഹൈന്ദവ വിശ്വാസത്തിൽ നിയമമുണ്ട്. ഫാമിലി റിലേഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഹൈന്ദവ വിശ്വാസ നിയമമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. കോൺസെപ്റ്റ് ഓഫ് ധർമ്മ. ധർമ്മ എന്ന വാക്കിന്റെ അർത്ഥം, ഇത് ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. ധർമ്മ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അതായത് ഹിന്ദു വിശ്വാസികൾ ഉണ്ടല്ല, അവര് ഒരു കോൺസെപ്റ്റ് അവർ പറയുന്നത് എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ധർമ്മ എന്നതിന്റെ ബേസിസിലായിരിക്കണം. ധർമ്മ എന്ന് പറഞ്ഞാൽ റൈറ്റ്നെസ് എന്നാണ് അർത്ഥം, അതായത് നേരായ വഴി. അപ്പൊ ഏതൊരു കാര്യവും നേരായ വഴിയുടെ പുറത്തായിരിക്കണം എന്നാണ് ഹിന്ദു വിശ്വാസത്തിലെ ഒരു ബേസിക് കോൺസെപ്റ്റ്. അപ്പൊ ഹിന്ദു വിശ്വാസത്തിലെ ഒരു കോൺസെപ്റ്റ് ആണ് ധർമ്മ. ഹിന്ദുക്കൾക്ക് മാത്രമല്ല, ബുദ്ധിസത്തിനും സിഖുകാർക്കൊക്കെ ഈ ധർമ്മ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമ്പോഴും റൈറ്റ്നെസ്, നേരായ മാർഗത്തിൽ ശരിയായിട്ട് ചെയ്യുക എന്നാണ് ആ ധർമ്മ എന്ന വാക്കിന്റെ അർത്ഥം. ദി കോൺസെപ്റ്റ് ഓഫ് ധർമ്മ ഇസ് സെൻട്രൽ ടു ഹിന്ദു ഫിലോസഫി ആൻഡ് ലോ. ദി വേർഡ് ധർമ്മ ഇസ് ഡിറൈവ്ഡ് ഫ്രം ദി സംസ്കൃത് റൂട്ട് ദർ, വിച്ച് മീൻസ് ടു ഹോൾഡ്. ദർ എന്ന വാക്കാണ്, ഹോൾഡ് എന്ന അർത്ഥം വരുന്ന ദർ എന്ന വാക്കിൽ നിന്നാണ് എന്ത് ചെയ്തത്, ഈ ധർമ്മ എന്ന വാക്ക് ഡിറൈവ് ചെയ്തത്. ഇൻ സിമ്പിൾ വേർഡ്സ്, ധർമ്മ റിഫേഴ്സ് ടു ദി ഡ്യൂട്ടി, റൈറ്റ്നെസ് ഓർ ദി റൈറ്റ് പാത്ത് ദാറ്റ് വൺ മസ്റ്റ് ഫോളോ ഇൻ ലൈഫ്. ഒരാൾ ജീവിതത്തിൽ പാലിക്കേണ്ട ശരിയായിട്ടുള്ള വഴി എന്നാണ് ധർമ്മ. അപ്പൊ ഹിന്ദു ലോകത്ത് എന്തൊക്കെ നിയമം ഉണ്ടെങ്കിലും അതെല്ലാം ധർമ്മ എന്ന കോൺസെപ്റ്റിന്റെ ബേസിസിലാണ്. ഒരാളെയും വേദനിപ്പിക്കാതെ നേരായ രീതി ചെയ്യണം എന്നാണ് ആകെ മൊത്തം അവരുടെ ഒരു കോൺസെപ്റ്റ്. ഫോർ ഹിന്ദുസ് ധർമ്മ ഇസ് നോട്ട് ജസ്റ്റ് എ റിലീജിയസ് ഐഡിയ. ഒരു റിലീജിയസ് ഐഡിയ മാത്രമല്ല, മറിച്ച് കോമ്പിനേഷൻ ഓഫ് മോറൽ, സോഷ്യൽ ആൻഡ് ലീഗൽ ആൻഡ് സ്പിരിച്വൽ ഒബ്ലിഗേഷൻ. ധർമ്മ എന്നുള്ളത് മതത്തിൽ മാത്രം പാലിക്കേണ്ട ഒരു കാര്യമല്ല, അത് സാമൂഹികമായിട്ടും, ഇപ്പൊ എന്റെ അയൽവാസിയോട് നല്ല രീതിയിൽ പെരുമാറണം, സോഷ്യോളജി ആയിട്ട് സോഷ്യലി ആയിട്ടും ധർമ്മ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഫോളോ ചെയ്യണം. റൈറ്റ്നെസ്, ലീഗൽ സൈഡില് നമ്മുടെ രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിക്കുമ്പോഴും റൈറ്റ് ആയിട്ടുള്ള നിയമങ്ങൾ അനുസരിക്കണം. സ്പിരിച്വൽ ആയിട്ടുള്ള ഒബ്ലിഗേഷന്റെ അകത്തും ഇതെല്ലാത്തിലും കൂടി വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ധർമ്മ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം. ഇറ്റ് ടീച്ച് individuals how to live a life of honesty, respect, kindness and truth. Dharma varies depending on one's age, gender, caste, occupation and stage of life, etc. dash dash dash. അത് ധർമ്മ എന്ന് പറഞ്ഞ ഇതാണ്. In Buddhism, the term dharma is understood as the universal law or truth that governs the cosmos. It includes teaching of the Buddha that guide on toward enlightenment and liberation from suffering. അതായത് സത്യസന്ധത, നേരായ രീതിയിൽ ജീവിക്കുക എന്ന അർത്ഥം തന്നെയാണ് ബുദ്ധിസത്തിന്റെ അകത്തും. ശരി എന്നൊക്കെ തന്നെയാണ് ധർമ്മ എന്ന വാക്ക് അവരുടെ ടീച്ചേഴ്സ് ആയിട്ടുള്ള ബുദ്ധ പഠിപ്പിച്ചു കൊടുത്തേക്കുന്ന നേരായ പാതകളെയാണ് ധർമ്മ എന്ന് ബുദ്ധിസത്തി പറയുന്നത്. ഓക്കെ. ജെയിൻ സിഖിനെ സംബന്ധിച്ചിടത്തോളം ധർമ്മ ഇസ് സീൻ ആസ് ടു പാത്ത് ടു ട്രൂത്ത് ആൻഡ് റൈറ്റ്നസ്. അത് തന്നെ നേരായ മാർഗം, നേരായ വഴി എന്നൊക്കെ തന്നെയാണ് സിഖ് ജെയിനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യം മനസ്സിലാക്കി വെക്കുക, നമ്മുടെ ഹിന്ദു ലോ എന്നുള്ളത് ഹിന്ദുക്കൾക്ക് മാത്രമല്ല, ഹിന്ദു നിയമത്തിലെ വിശ്വാസങ്ങൾ പലതും സിമിലർ ടു ജെയിൻ, സിഖ്, ബുദ്ധ ആണ്. ഇവർക്ക് 3-4 മതങ്ങൾക്കും സെയിം ആയിട്ടുള്ള റിലീജിയസ് പ്രാക്ടീസ് ആണ് ഏതാണ്ടൊക്കെ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ നാട്ടില് ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ റിലീജിയൻ ഇല്ല, ഇവർക്ക് എല്ലാവർക്കും കൂടി ഒറ്റ നിയമമുള്ളൂ, ഹിന്ദു ലോ. ഇവരെല്ലാവരും ഹിന്ദു ലോ എന്ന നിയമത്തിന്റെ അകത്ത് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ആളുകളാണ്. ആരൊക്കെ? ഹിന്ദു, ബുദ്ധ, ജെയിൻ, സിഖ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. കാരണം അവരുടെ ഒരു ബേസിക് കോൺസെപ്റ്റ് തന്നെ നിങ്ങൾ വായിച്ചാൽ മനസ്സിലാക്കി കാണൂലേ, ധർമ്മയാണ്. ഇവർക്ക് എല്ലാവർക്കും ധർമ്മയാണ്, ധർമ്മയുടെ അകത്തും എല്ലാവരിലും സെയിം ആണ്. അതുകൊണ്ട് അത് നമ്മൾ സെപ്പറേറ്റ് പഠിക്കും, അത് നിങ്ങളത് മനസ്സിലാക്കി വെക്കുക എപ്പോഴേ. ഇൻ ഹിന്ദു ജുറിസ്പ്രുഡൻസ് ധർമ്മ ഇസ് മോർ ദാൻ റിലീജിയസ്, സോഷ്യൽ, ലീഗൽ, സ്പിരിച്വൽ ഡ്യൂട്ടീസ്. നേരത്തെ പറഞ്ഞതാണ്. അപ്പൊ ഇത്രത്തോളം ഡ്യൂട്ടീസ് അടങ്ങുന്ന ഒരു കാര്യമാണ് ധർമ്മ എന്നുള്ളത്. ഓക്കെ. അപ്പൊ ധർമ്മ എന്ന് പറഞ്ഞാൽ റൈറ്റ്നെസ് ടുവാർഡ്സ്, നേരായ രീതിയിൽ ചെയ്യുക, ട്രൂത്ത് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഹൂ ഈസ് എ ഹിന്ദു? ആരെയൊക്കെയാണ് ഹിന്ദു എന്ന് വിളിക്കാൻ പറ്റുന്നത്? ഹൃദ്യ PS ഒന്ന് വായിക്കോ സ്ക്രീൻ. Means of a Hindu. In legal terms, a Hindu is not defined only by following the Hindu religion in a traditional way. Indian courts and laws recognize a broad understanding of who can be called a Hindu. A person is considered a Hindu if they follow Hinduism in any forms. They are followers of Buddhism. ഓക്കെ.
ഇതുകൂടെ ഒന്ന് വായിച്ചേ. A person is considered a they are followers of Buddhism, Jainism or Sikhism. They are born to Hindu parents and follow Hindu customs. They are not Muslims, Christians, Parsis or Jews and not governed by other personal laws. ഓക്കെ, ഒരു സെക്കൻഡ് കേട്ടോ. ഹിന്ദു എന്ന നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണോട്ടെ, വായിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ അയാൾ മാത്രമല്ല ശ്രദ്ധിക്കേണ്ട, എല്ലാരും ശ്രദ്ധിക്കണേ. ഹിന്ദു എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ലീഗൽ ടേംസിൽ ഹിന്ദു എന്ന് പറഞ്ഞുള്ള വാക്ക് ഹിന്ദു റിലീജിയനിലോ ഒന്നും ഡിഫൈൻ ചെയ്തിട്ടില്ല. കാരണം ഹിന്ദു എന്ന വാക്ക് കാലക്രമേണ വന്നൊരു വാക്കാണെന്നുള്ളത് നമ്മൾ പഠിച്ചു. പക്ഷെ ഇന്ത്യൻ നിയമം പ്രകാരം ഇന്ത്യൻ കോടതികൾ ഹിന്ദു എന്ന് വിളിക്കുന്നത്, ഹിന്ദു ലോ അപ്ലൈ ചെയ്യുന്നത് ആർക്കൊക്കെയാണെന്നുള്ളതാണ് താഴെ പറയാൻ പോകുന്നത്. എ പേഴ്സൺ ഇസ് കൺസിഡർ എ ഹിന്ദു ഇഫ് ദേ ഫോളോ ഹിന്ദുയിസം. ഹിന്ദു റിലീജിയൻ ഫോളോ ചെയ്യുന്ന ആരെയും ഹിന്ദു എന്ന് വിളിക്കും. ദേ ആർ ഫോളോവേഴ്സ് ഓഫ് ബുദ്ധിസം ഫോളോ ചെയ്യുന്ന ആളുകളെയും ഹിന്ദു എന്ന് വിളിക്കും. ഹിന്ദു എല്ലാവരും ബട്ട് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഹിന്ദു ആയിട്ട് കൺസിഡർ ചെയ്യും. എന്തിന്? ഹിന്ദു നിയമമാണ് അവർക്ക് ആപ്ലിക്കബിൾ ആകുന്നത്. ബുദ്ധിസം, ജെയിൻ, സിഖ് വിശ്വാസികളെയും ഹിന്ദു എന്ന് വിളിക്കും. ദേ ആർ ബോൺ ടു ഹിന്ദു പാരന്റ്സ് ആൻഡ് ഫോളോ ഹിന്ദു കസ്റ്റംസ്. ഹിന്ദു മതം സ്വീകരിച്ചിട്ടില്ല, പക്ഷേ ഹൈന്ദവ വിശ്വാസികളുടെ പാരന്റ്സിന് ജനിച്ച കുട്ടികൾ ഹൈന്ദവ വിശ്വാസത്തിന്റെ കസ്റ്റംസ് ഒക്കെ ചെയ്യുന്നുണ്ട്. മെച്ചോർഡ് ആയി കഴിഞ്ഞാൽ ഒരാൾ റിലീജിയന് കറക്റ്റ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരാള് അല്ല എന്നുണ്ടെങ്കിൽ അവരും ഹിന്ദുസ് ആണ്, പാരന്റ്സ് ഹിന്ദുസ് ആണ്, കസ്റ്റംസ് ഹിന്ദു ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ. പിന്നെ മുസ്ലിംസും ക്രിസ്ത്യൻസും പാരിസ് ജൂ അല്ലാത്ത ആൻഡ് നോട്ട് ഗവർൺഡ് ബൈ എനി അതർ പേഴ്സണൽ ലോ, പ്രത്യേകിച്ച് മറ്റ് വിശ്വാസങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ആളുകൾക്കും ഹിന്ദുവിലോ അപ്ലിക്കബിൾ ആകും. ഒരു വിശ്വാസം ഇല്ലാത്ത ആളുകൾക്ക് വേറെയാണ് കേട്ടോ. അപ്പോ അങ്ങനെ കുറെ ആളുകളുണ്ട്. അതായത് ചിലപ്പോൾ പേരൊക്കെ ഹിന്ദുക്കളുടെ ആയിരിക്കും, പക്ഷെ അവർ ഹൈന്ദവ വിശ്വാസം ഉണ്ടാവില്ല. പക്ഷെ മുസ്ലിമും ക്രിസ്ത്യനും ഒന്നും അല്ല. ഹൈന്ദവ വിശ്വാസം ഹിന്ദു അല്ലായിരിക്കും, അങ്ങനെയുള്ള വളരെ ഫ്യൂ ആയിട്ടുള്ള പീപ്പിൾസ് എന്തെങ്കിലും ആയിരിക്കുള്ളൂ. ഒരു വിശ്വാസം ഇല്ലാത്ത ആളുകൾ വേറെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്കും ഹിന്ദുവിലോ അപ്ലിക്കബിൾ ആക്കാൻ പറ്റും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ശാസ്ത്രി വേഴ്സസ് മുൾദാസ് എന്ന് പറഞ്ഞൊരു കേസ് ഉണ്ട്. ആ കേസില് in this important case the Supreme Court of India clearly explained who is a Hindu. This case was about the entry to Swaminarayan temple in Ahmedabad. Swaminarayan temple in Ahmedabad and it involved whether certain followers could be denied access. അതായത് ഒരു ടെമ്പിളിന്റെ അകത്ത് ചില കാസ്റ്റിലുള്ള ആളുകളെ പ്രവേശിപ്പിക്കരുത് എന്ന് പറഞ്ഞൊരു ഇഷ്യൂ വന്നു. അപ്പൊ കോടതി ഈ കേസിന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് ഹിന്ദുക്കൾക്ക് എല്ലാവർക്കും ടെമ്പിളിൽ പ്രവേശിക്കാം. അപ്പൊ ഹിന്ദു എന്ന് പറയുമ്പോൾ കാസ്റ്റിന്റെ ബേസിസിലുള്ള ഡിസ്ക്രിമിനേഷൻ ഒന്നും പാടില്ല. വിശ്വാസം ഹൈന്ദവ വിശ്വാസിയാണോ അവരെ ഹിന്ദു എന്ന് വിളിക്കാം, അവർക്ക് ടെമ്പിളിൽ കയറാം. അപ്പൊ ഒരു കൃത്യമായിട്ടുള്ള ഡെഫിനിഷൻ കോടതി പറഞ്ഞ ഒരു കേസാണിത്. ദി കോർട്ട് റൂൾ ദാറ്റ് the word Hindu includes all those who follow the Hindu philosophy and culture, even if they belong to different sects or caste. റിലീജിയന്റെ അകത്തുള്ള ഡിഫറെന്റ് കാസ്റ്റിലും സെക്ടറിലുള്ള ആളുകളാണെങ്കിലും ഹിന്ദുയിസം ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അവർ ഹിന്ദു ആണ്, അവർക്ക് അമ്പലത്തിൽ പ്രവേശിക്കാം എന്നുള്ള കാര്യം ശാസ്ത്രി വേഴ്സസ് മുൾദാസ് എന്ന് പറഞ്ഞ കേസിന്റെ അകത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഹൈന്ദവ വിശ്വാസത്തിൽ നിന്ന് ഒരാൾ പോയി എന്നിട്ട് തിരിച്ച് ഹിന്ദുവിലോട്ട് വന്നു, അവരെ ഹിന്ദു എന്ന് വിളിക്കാൻ പറ്റോ? അല്ലെങ്കിൽ മുസ്ലിമിൽ നിന്ന് ഒരാൾ ഹിന്ദുവിലോട്ട് പോയി, അവനെ ഹിന്ദു എന്ന് വിളിക്കാൻ പറ്റോ? കൺവേർഷൻ ആൻഡ് റീകൺവേർഷൻ അണ്ടർ കോഡിഫൈഡ് ഹിന്ദുവിലോ എ പേഴ്സൺ ക്യാൻ ബിക്കം എ ഹിന്ദു. താഴെ പറയുന്ന ആളുകളെയും ഹിന്ദു എന്ന് വിളിക്കാം. ആരൊക്കെയാണ്? കൺവെർട്ടിംഗ് ടു ഹിന്ദുയിസം, ബുദ്ധിസം, അതായത് ഹിന്ദു ബുദ്ധ ആയിട്ടുള്ള ആള്, അതായത് വേറെ റിലീജിയനിൽ നിന്ന് ഇങ്ങോട്ട് കൺവെർട്ട് ചെയ്ത ആള്, അല്ലെങ്കിൽ റീകൺവെർട്ടിംഗ് ബാക്ക് ടു ഹിന്ദുയിസം, ഹിന്ദു ആയിരുന്നു വേറെ റിലീജിയനിൽ പോയി പിന്നെ വീണ്ടും തിരിച്ച് ഹിന്ദുവിൽ വന്നു, ഇവരെയും ഹിന്ദു എന്ന് വിളിക്കാൻ പറ്റും. ഇൻ ദി കേസ് ഓഫ് പെരുമാൾ വേഴ്സസ് പൊന്നുസ്വാമി ദി കോർട്ട് സ്റ്റേറ്റഡ് ദാറ്റ് ഫോർമൽ റിച്വൽസ് ഓർ സെറമണീസ് ആർ നോട്ട് മാൻഡറ്ററി ഫോർ കൺവേർഷൻ. ഒരാൾ മതം മാറി വന്നു എന്ന് പറയുമ്പോൾ റിച്വൽസും സെറമണീസും ഒന്നും നടത്തണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. ആള് പറയുന്നത് ഞാൻ ഹിന്ദു ആണെന്നുണ്ടെങ്കിൽ റിയൽ ഇന്റൻഷനും കാര്യങ്ങളും നോക്കേണ്ട ആവശ്യമില്ല. ഒരാൾ ഹിന്ദു ആണെന്ന് അവകാശവാദം നടത്തുന്നുണ്ടെങ്കിൽ അയാൾ ഹിന്ദു തന്നെയാണ്. റിച്വൽസ് അപ്പോ പ്രാർത്ഥന ചെയ്യണം, അമ്പലത്തിൽ പോയി തൊഴുതണം, അത് നടത്തണം, ഇങ്ങനെ നടത്തണം എന്നുള്ളൊരു കണ്ടീഷൻസ് ഒന്നും ഇല്ല. വിശ്വാസം ഒരാൾ പറയുന്നത് താൻ ഹിന്ദു ആണെന്നുണ്ടെങ്കിൽ അയാളെ ഹിന്ദു ആയിട്ട് കൺസിഡർ ചെയ്യണം. അത് റിച്വൽസും സെറമണീസും നടത്തട്ടെ നടത്താതിരിക്കട്ടെ. അപ്പൊ ഇത്രയും മതി എന്നുള്ളത് കോടതി എന്ത് ചെയ്തിട്ടുണ്ട്? ഹിന്ദു എന്ന് വിളിക്കാൻ ക്രൈറ്റീരിയ ഇത്രേ ഉള്ളൂ. ആളുടെ ഇന്റൻഷൻ ഒന്നും നോക്കണ്ട, ആള് പറഞ്ഞാൽ അത് ഹിന്ദു ആണ്, ഇത്രേ ഉള്ളൂ. ഒരാൾ പറയുന്നത് ഞാൻ ഹിന്ദു ആണെന്ന് പറഞ്ഞാൽ അത് ഹിന്ദു ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യണമെന്ന് കോടതി ആ കേസിന്റെ അത് പറഞ്ഞു തരികയുണ്ടായി. അപ്പൊ ഹിന്ദു ആരാണ്, ഹിന്ദു ആരല്ല? ഹു ഇസ് നോട്ട് കൺസിഡർ എ ഹിന്ദു,
ആരൊക്കെയാണ് ഹിന്ദു അല്ലാത്തവര്? അതെ, ഹിന്ദു ലോ ഡസ് നോട്ട് അപ്ലൈ ടു ചൈൽഡ് ബോൺ ടു എ ഹിന്ദു ഫാദർ ആൻഡ് എ ക്രിസ്ത്യൻ മദർ ആൻഡ് റൈസ്ഡ് ആസ് എ ക്രിസ്ത്യൻ. അതായത് മിക്സ്ഡ് ആണ്. ഹിന്ദു ക്രിസ്ത്യൻ ആയിട്ടുള്ള അച്ഛൻ ഹിന്ദു ആണ്, അമ്മ ക്രിസ്ത്യൻ ആണ്. പക്ഷെ കൊച്ചു ജനിച്ചപ്പോൾ കൊച്ചു ക്രിസ്ത്യൻ ആയിട്ടാണ് വളരുന്നത് എന്നുണ്ടെങ്കിൽ ആ കൊച്ചു ഹിന്ദു അല്ല. അച്ഛൻ ഹിന്ദു ആണെങ്കിലും ആ കൊച്ചു ഹിന്ദു അല്ല. ക്രിസ്ത്യൻ ആയിട്ട് ജീവിക്കുമ്പോൾ ഒരിക്കലും അത് ഹിന്ദു ആണെന്ന് പറയാൻ പറ്റൂല. ചിൽഡ്രൻ ഓഫ് മിക്സ്ഡ് ഫെയ്ത്ത് പാരന്റ്സ് ഹു ആർ നോട്ട് റേസ്ഡ് വിത്ത് ഹിന്ദു ബിലീഫ്. പാരന്റ്സ് മിക്സ്ഡ് ആണ്, പക്ഷെ ഹിന്ദു വിശ്വാസത്തിലല്ല അവരുടെ ജീവിതം നടക്കുന്നത് എന്നുണ്ടെങ്കിൽ അവരുടെ മക്കളും എന്തല്ല, ഹൈന്ദവ വിശ്വാസികൾ എന്ന് വിളിക്കാൻ പറ്റൂല. ഹിന്ദു ഹു കൺവേർട്സ് ടു അനദർ റിലീജിയൻ ലൈക്ക് ഇസ്ലാം. ഹിന്ദുന്ന് വേറെ റിലീജിയനിലോട്ട് പോയിട്ടുള്ള ആളുകൾ, ക്രിസ്ത്യാനിറ്റി, പാരിസി, ജൂതിസം പോയിട്ടുള്ള ആളുകളെ ഹിന്ദു എന്ന് വിളിക്കാൻ പറ്റൂല. ഹിന്ദുസ് ഹു കംപ്ലീറ്റ്ലി റിജക്ട് ദി ടീച്ചിങ് ഓഫ് ഹിന്ദു സ്ക്രിപ്റ്റേഴ്സ് ഓർ ഡു നോട്ട് ഫോളോ ഇറ്റ്സ് കോർ വാല്യൂസ്. ഹിന്ദു കോൺസെപ്റ്റുകളെ മൊത്തത്തിൽ എതിർക്കുന്ന ആളുകൾ, ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട, പറ്റൂല എന്ന് പറഞ്ഞ് എതിർക്കുന്ന ആളുകളെയും ഹിന്ദു എന്ന് വിളിക്കേണ്ട, അവരെയും ഹിന്ദു ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട. ഈ പറയപ്പെട്ടിട്ടുള്ള ആളുകൾ, ഇവരെ ഹിന്ദു എന്ന് വിളിക്കേണ്ട, ബാക്കിയുള്ള ആളുകളെയൊക്കെയാണ് ഹിന്ദു എന്ന് വിളിക്കാൻ പറ്റുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ ഒരു ഭാഗത്തിൽ നോക്കിയത്. ഓക്കെ, ഇപ്പോഴാണ് നമ്മൾ ടോപ്പിക്കിലോട്ട് എത്തിയത്. സോ ഇത്രയും നേരം പറഞ്ഞ ഈ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലിയർ ആയോ? നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഭ്രാന്ത് പിടിക്കുന്നുണ്ടാവും, ഇത്രയും നേരം ടൈം എടുത്ത് പറഞ്ഞത് ഇൻട്രൊഡക്ഷൻ ആണ്. പക്ഷേ ഇതിങ്ങനെ മനസ്സിലാക്കേണ്ട ടോപ്പിക്കാണ്. ഇപ്പോഴാണ് ഒരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞത്. ഹിന്ദു ആരാണ്, ഹിന്ദു ലോ എങ്ങനെയാണ്, ഹിന്ദു ലോ എങ്ങനെ വന്നു. നിങ്ങൾക്ക് ഇത് എക്സാമിന് മാത്രമല്ല, നിങ്ങൾക്ക് ഒരു അറിവ് കിട്ടിയില്ലേ? ഹിന്ദു ലോ, ഹിന്ദു എന്ന വാക്ക് എങ്ങനെ വന്നു, ഹൈന്ദവ വിശ്വാസം എങ്ങനെ ആയി, ആരൊക്കെ ഹിന്ദു വിളിക്കാൻ പറ്റും, ആരൊക്കെ വിളിക്കാൻ പറ്റൂല. ഇതൊരു ജനറൽ നോളജ് കൂടിയാണ് കേട്ടോ. ആ രീതിക്ക് നമ്മൾ പഠിക്കണം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സോഴ്സസ് ഓഫ് ഹിന്ദു ലോ ആണ്. അതായത് ഹിന്ദു ലോ എങ്ങനെ വന്നു. നമ്മുടെ ഇന്ന് ഒരു ഹൈന്ദവ വിശ്വാസത്തിൽ കല്യാണം കഴിക്കുമ്പോൾ സപ്തപതി എന്ന് പറയും. 7 തവണയല്ലേ ചുറ്റേണ്ടത് ഒരു ഫയറിന് ചുറ്റും? എത്ര ഹിന്ദു റിലീജിയനുള്ള ആളുകളൊന്നും ക്ലാരിഫൈ ചെയ്യാൻ പറ്റുമോ? 7ആണോ 8ആണോ സപ്തപതി? 7 സ്റ്റെപ്പ് ആണോ? 7 സ്റ്റെപ്പ് എന്ത് ചെയ്യണം? ചുറ്റണം. അതെ, അങ്ങനെ ഒരു റിച്വൽസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊരു നിയമമാണ്. അങ്ങനെ ചെയ്യാത്തിടത്തോളം ഹിന്ദു ലോ പ്രകാരം അവരുടെ മാരേജ് വാലിഡ് ആവൂല. നമ്മൾ പഠിക്കും അത്. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതാരെങ്കിലും പറഞ്ഞു തന്നതാണോ? അങ്ങനെ നിയമങ്ങൾ എങ്ങനെയാണ് വന്നത്? അപ്പൊ ഹിന്ദു ലോ ഉണ്ടായത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ബേസിക്കലി ഹിന്ദു ലോയുടെ സോഴ്സസ്, അതുണ്ടായ ബേസിക് അടിത്തറ, ഉറവിടം, അത് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ ഏൻഷ്യൻ സോഴ്സ്, രണ്ടാമത്തത് മോഡേൺ സോഴ്സ്. ഏൻഷ്യൻ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാചീനമായി ഉണ്ടായിട്ടുള്ള സോഴ്സുകൾ. അതായത് ഹിന്ദു വേദിക്സ്, വേദാസ്, ഹൈന്ദവ വിശ്വാസികളിലെ പൂർവികരായിട്ടുള്ള വലിയ വലിയ ആളുകൾ ഉണ്ടാവുമല്ലോ, നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കുന്ന ഏറ്റവും വലിയ ഗുരുവായിട്ടൊക്കെ കാണുന്ന വലിയ വലിയ ആളുകൾ, നിങ്ങളുടെ പഴയ വേദാസ്, പഴയ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ. അപ്പൊ ആ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ടാവും ഇന്ന കാര്യം ചെയ്യണമെന്ന്. അപ്പൊ ഇങ്ങനെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞതിന്റെ ബേസിസിൽ ഇന്ത്യ നിയമമാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള നിയമങ്ങളെ ഹിന്ദു ലോയിനെ ഏൻഷ്യൻ സോഴ്സസ് നിന്നാണ് എടുത്തതെന്ന് പറയാൻ പറ്റും. ചില നിയമങ്ങൾ മോഡേൺ സോഴ്സിലൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്, ചില നിയമങ്ങൾ മോഡേൺ ആയിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. മോഡേൺ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീസിഡന്റ്, കോടതി ജഡ്ജ്മെന്റ്, ചില വിഷയങ്ങളിൽ ഹിന്ദു ഇന്ന കാര്യം ചെയ്താൽ മതി, ഇന്നത് ചെയ്യണ്ട എന്ന് കോടതി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതൊരു ഹിന്ദു ലോയാണ്. കോടതി പറഞ്ഞതാണെങ്കിലും അതൊരു ഹിന്ദു ലോയാണ്. അപ്പൊ അതിന്റെ സോഴ്സ് എന്നുള്ളത് പ്രസിഡന്റ് ആണ്. പ്രസിഡന്റ് ഇസ് എ മോഡേൺ സോഴ്സ്. ലെജിസ്ലേറ്റീവ്, ലോ മേക്ക് ചെയ്തിട്ടുണ്ട് പാർലമെന്റ്. അങ്ങനെ പാർലമെന്റ് ലോ മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹിന്ദു ഇന്ന കാര്യം ചെയ്യണം എന്ന് പറഞ്ഞ ഒരു ലോ ആക്കി കഴിഞ്ഞാൽ ആ ഒരു ഹിന്ദു ലോയുടെ സോഴ്സ് പാർലമെന്റ് ഉണ്ടാക്കിയ ലോയാണ്, ലെജിസ്ലേഷൻ ആണ്. അത് മോഡേൺ സോഴ്സ് ആണ്. അതേപോലെ ഇക്വിറ്റി, ഒരു റൈറ്റ്നെസ്, ഇക്വിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ശരിയുടെ ഭാഗത്ത് വെച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. ചില സ്ഥലത്തൊക്കെ സോഴ്സ് കൃത്യമായ നിയമം ഇല്ലാത്തടത്തൊക്കെ ഇക്വിറ്റിയുടെ ബേസിസിൽ തീരുമാനം എടുക്കാൻ പറ്റും. അപ്പൊ അവിടെ എന്തുകൊണ്ട് അങ്ങനെ തീരുമാനം എടുത്തു, അതിന്റെ സോഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ ഇക്വിറ്റിയാണ് അവിടുത്തെ ശരി എന്നതാണ് തോന്നിയത്. അപ്പോ ഹിന്ദുയുടെ സോഴ്സ് മോഡേൺ എന്നൊക്കെ പറയുന്നത് ഇക്വിറ്റി, പ്രസിഡന്റ്, ലെജിസ്ലേഷൻ എന്നൊക്കെ പറയുന്ന സോഴ്സുകളാണ് മോഡേൺ സോഴ്സുകൾ. ഏൻഷ്യൻ സോഴ്സ് എന്നൊക്കെ പറയുമ്പോൾ പഴയ ഗ്രന്ഥങ്ങളും വേദാസൊക്കെയാണ്. നമുക്ക് നോക്കാം. സോഴ്സസ് ഓഫ് ഹിന്ദു ലോ. Hindu law has evolved over thousands of years, shaped by religious texts, customs, commentaries, and modern legal reforms. The sources of Hindu law are divided into 2 broad categories: ancient sources and modern sources. Sources എന്ന് പറയുന്നത് വർഷങ്ങളിലൂടെ നമ്മുടെ ഹിന്ദു ലോ വന്ന രീതിയെ പറ്റി, അതെങ്ങനെ വന്നു എന്നതിനെ പറ്റിയാണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായും ഹിന്ദു ലോയുടെ സോഴ്സസ് ഒന്ന് ട്രഡീഷണൽ, 2 മോഡേൺ ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. വാട്ട് ഈസ് ഏൻഷ്യൻ സോഴ്സിനെ പറ്റിയാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. പ്രാചീനമായിട്ടുള്ള അല്ലെങ്കിൽ പൗരാണികമായിട്ടുള്ള അല്ലെങ്കിൽ പുരാതനമായിട്ടുള്ള, മലയാളത്തിൽ പഴയതെന്നാണ് ഇതിന്റെയൊക്കെ അർത്ഥം.
സോഴ്സുകൾ, ഉറവിടങ്ങൾ. ദീസ് ആർ ദി ട്രഡീഷണൽ സോഴ്സസ് ഓഫ് ഹിന്ദു ലോ. ദേ ഇൻക്ലൂഡ് റിലീജിയസ് ടെക്സ്റ്റ്, കസ്റ്റംസ് ആൻഡ് കമന്ററീസ് ദാറ്റ് ഗൈഡഡ് ഹിന്ദു സൊസൈറ്റി ഇൻ ഏൻഷ്യന്റ് ടൈംസ്. അതായത് ഇത് പഴയ രീതിയിലുള്ള സോഴ്സുകളാണ്. ആ സോഴ്സുകൾ ഒരുപാട് ഗൈഡുകളായിരിക്കാം, കസ്റ്റംസ് ഉണ്ടായിരിക്കാം. കസ്റ്റംസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടു നടപ്പുകൾ, റിലീജിയസ് ടെക്സ്റ്റുകളായിരിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ്. അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഏൻഷ്യൻ സോഴ്സസിനെ വീണ്ടും സബ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ശ്രുതി, സ്മൃതി, കമന്ററീസ്. എത്ര എണ്ണമാണ് പറഞ്ഞേ? ശ്രുതി ഉണ്ട്, സ്മൃതി ഉണ്ട്, കമന്ററീസ് ഉണ്ട്. അപ്പൊ ഏൻഷ്യൻ സോഴ്സസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3: ശ്രുതി, സ്മൃതി, കമന്ററീസ്. ഇനിയും സബ് ക്ലാസിഫിക്കേഷൻ വരും കേട്ടോ, നോക്കാം. ശ്രുതി ഒന്നാമത്താണ്. ശ്രുതി, ശ്രുതി രണ്ട് രീതിയിൽ അത് എഴുതാം. ശ്രുതി മീൻസ് വാട്ട് ഇസ് ഹിയർഡ്, അതായത് ദൈവികമായിട്ട്. ഞാൻ കുറച്ച് റിലീജിയസ് ടേംസ് നിങ്ങളുടെ അടുത്ത് തന്നെ ചോദിക്കൂട്ടോ, എനിക്ക് കറക്റ്റ് അത് അറിയില്ല. നിങ്ങളുടെ ഇവരുണ്ടല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ ബിഷപ്പുമാരൊക്കെ ഇല്ല, അച്ഛന്മാര്, അങ്ങനെ വലിയ വലിയ. ഇപ്പൊ മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം പണ്ടത്തെ വലിയ ഉസ്താദുമാരും പണ്ടത്തെ വലിയ റിലീജിയസ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ. അതേപോലെ ഹിന്ദു റിലീജിയൻ യൂസ് ചെയ്യുന്ന ടേം എന്താണ്? ഇതൊരു ഇപ്പോ കറക്റ്റ് ഒരു വാക്കുണ്ടായിരുന്നു, കേട്ടാ എനിക്ക് ഓർമ്മ വരും. അത് എനിക്കറിയായിരുന്നു, ആ വാക്ക് വായിൽ വരുന്നില്ല. ഗസ് ചെയ്തോ? തെറ്റാലും കുഴപ്പമൊന്നുമില്ല. മഹർഷി എന്നാണോ? മഹർഷി, അത് റൈറ്റ് ആണ്. മഹർഷി അതൊന്നുണ്ട്, വേറെയുണ്ട് മഹർഷിമാര്. മഹർഷി ഒന്ന്, അതാണ് മെയിൻ ആയിട്ടുള്ളത്. സന്യാസി. സന്യാസി പറ്റില്ല, സന്യാസി അല്ല. സന്യാസി എന്ന് പറയുമ്പോ ജീവിതം ഇപ്പൊ വേണ്ടെന്ന് പറയും. പൂജാരിയും പറ്റില്ല. പൂജാരി ഋഷി കറക്റ്റ് ആണ്. പൂജാരി ഇപ്പത്തെ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന ആളുകളാണ്, അതിലല്ല. ഋഷിമാരും മഹർഷിമാര് അവരൊക്കെയാണ്. യെസ്, ദാറ്റ് ഇസ് എക്സാക്ട് റൈറ്റ് ആൻസർ ഫാത്തിമ. ഈ മഹർഷിമാരും ഋഷിമാരും അവരൊക്കെയല്ലേ റിലീജിയന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പൗരാണികമായിട്ടുള്ള ആളുകൾ. മഹർഷി പ്രത്യക്ഷപ്പെട്ടു, കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പോ അങ്ങനെ ഈ മഹർഷിമാരും ഋഷിമാരൊക്കെ പറഞ്ഞ കറക്റ്റ് കാര്യങ്ങളുണ്ട്, എക്സാക്ട് വേർഡ്. അവര് പറഞ്ഞത് എന്താണോ അവര് പറഞ്ഞതാണ് നിയമം. അപ്പൊ കറക്റ്റ് അവര് പറഞ്ഞത് കേട്ടിട്ട് അത് എഴുതിയെടുത്ത ആ കറക്റ്റ് വാക്കുകളില്ല, ആ കേട്ട കാര്യങ്ങൾ അവര് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തത് നിയമമാണ്. ആ നിയമങ്ങൾ കറക്റ്റ് കേട്ട എക്സാക്ട് വാക്കുകളെയാണ് ശ്രുതി എന്ന് വിളിക്കുന്നത്. അപ്പോ സ്മൃതി എന്താന്ന് പഠിക്കാൻ എളുപ്പമായിരിക്കും. ഒന്ന് ഗസ് ചെയ്ത് നോക്കിക്കേ, സ്മൃതി എന്തായിരിക്കും? ശ്രുതി എന്ന് പറഞ്ഞാൽ അവര് പറഞ്ഞ എക്സാക്ട് വേർഡ്, കേട്ട അതേ വേർഡുകൾ. സ്മൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ താഴെയുള്ളത്. അതായത് അവര് പറയൂ ഫാത്തിമ, എന്താണ്? അല്ല, ഓർത്ത് വെച്ചതാണോ? എക്സാക്ട് റൈറ്റ് ആൻസർ. അത് തന്നെ. അവര് പറഞ്ഞ അതേ വാക്കുകളൊന്നും അല്ല, പക്ഷെ ഏതാണ്ടൊക്കെ ഓർമ്മയുണ്ട്, അങ്ങനെയാണെന്ന് തോന്നുന്നു. ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ. ഇപ്പൊ എനിക്ക് ഫാത്തിമ ഇവിടുന്ന് ഒരു കാര്യം കറക്റ്റ് പറഞ്ഞത്, എനിക്കൊരു 10 പോയിന്റ് പറഞ്ഞത്. അപ്പൊ ഞാനിത് വിനോദ് വിജയൻ ചേട്ടന്റെ അടുത്ത് ചെന്ന് പറയുമ്പോ ഞാൻ പറയും, ആദ്യത്തെ 4 എനിക്ക് അത്രയ്ക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ ഞാൻ പറയും, വിനോദ് വിജയൻ ചേട്ടാ ദിസ് ഇസ് എക്സാക്ട് വോട്ട് ഐ ഹിയർഡ്, ഞാൻ കേട്ട കറക്റ്റ് കാര്യങ്ങളാണ്. പിന്നെ ഞാൻ പറയും വോട്ട് ഐ റിമെമ്പർ, ബാക്കിയുള്ളത് എനിക്ക് അത്ര ഓർമ്മയില്ല, പക്ഷെ എന്റെ ഓർമ്മയിൽ ഇതാണ്. അപ്പോ അതിന്റെ ഒരു വാല്യൂ കുറയുന്ന കണ്ട. മറ്റേത് എക്സാക്ട് ആണ്, കേട്ട അതേ കാര്യങ്ങൾ. ഇതെന്ന് പറയുമ്പോൾ ഓർമ്മയുള്ളത്. ഇത് രണ്ടും നിയമമാണ്, ഇത് രണ്ടിലൂടെയും ഹിന്ദു ലോ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ശ്രുതി മീൻസ് വോട്ട് ഐ ഹിയർഡ്, വോട്ട് ഇസ് ഹിയർഡ്, കേട്ട അതേ കാര്യങ്ങൾ. ദീസ് ആർ കൺസിഡർഡ് ഡിവൈൻ റിലവേഷൻ ഫ്രം ദി മോസ്റ്റ് അതോറിറ്റേറ്റീവ് സോഴ്സ് ഓഫ് ഹിന്ദു ലോ. ദൈവികമായി അവതരിപ്പിക്കപ്പെട്ട കാര്യങ്ങളെയാണ് ശ്രുതി എന്ന് വിളിക്കുന്നത്. ദേ ഇൻക്ലൂഡ് വേദാസ്. വേദാസിലാണ് ഇതിനെപ്പറ്റി പറയുന്നത്. 4 വേദാസ് പഠിക്കാനുണ്ട്. സോഷ്യോളജി ഒക്കെ പഠിക്കുന്നവർ പഠിച്ചിട്ടുണ്ടാവും. 3 ഇയറിൽ സോഷ്യോളജി ഒക്കെ. ഋഗ്വേദ, യജുർവേദ, സാമവേദ, അഥർവവേദ. ഋഗ്വേദയില് ഹൈമൺസ് ആൻഡ് പ്രൈസസ് ആണ്. യജുർവേദയില് റിച്വൽസ് ആണ് കൂടുതലുള്ളത്, മന്ത്രാസ് ആണ്. സാമവേദയില് മ്യൂസിക്കൽ ചാൻസ് ആണ്. അഥർവവേദയില് മാജിക്കൽ സ്പെൽസ് ഒക്കെയാണ് കൂടുതലുള്ളത്, പ്രയേഴ്സ് ആണ്. അപ്പൊ ഈ 4 വേദാസ് ഉണ്ട്. ഇത് വോട്ട് ഈസ് ഹിയർഡ് കറക്റ്റ് മഹർഷിമാരും ദൈവികമായിട്ട് കിട്ടിയ റിലവേഷൻസ് ആണ്. അപ്പൊ ഇതിന്റെ അകത്തുള്ള കാര്യങ്ങൾ ഹിന്ദു സോഴ്സ്, ഹിന്ദു ലോയുടെ പ്രൈമറി സോഴ്സ് ആണ്. ഏൻഷ്യൻ സോഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് ആണ് ഓക്കെ ശ്രുതി എന്നുള്ളത്. പക്ഷെ ശ്രുതിയുടെ അകത്തുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നിയമമാക്കി എടുത്തിട്ടൊന്നുമില്ല. ദോ നോട്ട് എൻഫോഴ്സിബിൾ ബൈ ലോ. ഈ പറയപ്പെട്ടിട്ടുള്ള എക്സാക്ട് ശ്രുതി എന്നുള്ളത് ഒരു എൻഫോഴ്സിബിൾ ബൈ ലോ ഒന്നുമല്ല. ബട്ട് അതിനൊരു ഫൗണ്ടേഷനായി നമ്മൾ കണക്കാക്കുന്നു. അതിലെ കുറെ കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്, കുറെ ഇതിനൊന്നും എടുത്തിട്ടൊന്നും ഇല്ല. അപ്പൊ അത് നിയമമാണ്. ഇപ്പൊ ശ്രുതിയിൽ ചിലപ്പോ ഒരു ഹൈന്ദവ വിശ്വാസി കറക്റ്റ് ജീവിക്കേണ്ട രീതികളൊക്കെ പറയുന്നുണ്ടാവും. അപ്പോ ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം, നിങ്ങളത് കറക്റ്റ് ഇതിന്റെ ആൻസർ ഹിന്ദു റിലീജിയനിലുള്ള ആളുകൾ തന്നെ പറഞ്ഞു തരണം കേട്ടോ.
ഇപ്പൊ മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞുതരാം. ഒരു മുസ്ലിം ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒരു മുസ്ലിമിന്റെ റിലീജിയസ് ഇഷ്ടം പോലെ പ്രാക്ടീസ് ഉണ്ട്. നല്ല രീതിയിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ദിവസം 5 നേരം ഫർള് ഒബ്ലിഗേറ്ററി ആയിട്ടുള്ള നിസ്കാരങ്ങൾ നിസ്കരിക്കണം. അത് കഴിഞ്ഞാൽ സുന്നത്ത് നിസ്കരിക്കണം. കറക്റ്റ് പറ്റുന്ന സമയത്ത് ഉംറക്ക് പോകണം, പറ്റുന്ന ഹജ്ജിന് പോകണം, കറക്റ്റ് 30 ദിവസം നോമ്പ് പിടിക്കണം. അത് കൂടാതെ സുന്നത്ത് നോമ്പുകൾ പിടിക്കണം, സക്കാത്ത് ഇത്ര കൊടുക്കണം, അത് കൊടുക്കണം. പിന്നെ അത് കൂടാതെ ഒരുപാട് സുന്നത്തുകളും ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഒബ്ലിഗേറ്ററി അല്ലാതെ ചെയ്ത അത്രയും നല്ലതെന്ന് പറഞ്ഞിട്ട് ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. അതെല്ലാം മുസ്ലിം റിലീജിയൻ പ്രകാരം നിർബന്ധമായിട്ട് ഇപ്പോ ഇന്ത്യ നടപ്പിലാക്കുന്നുണ്ടോ? അതായത് ഒരാൾ സുന്നത്ത് നിസ്കരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് മുസ്ലിം ലോയിൽ പറയുന്നുണ്ട് ഒരാൾ സുന്നത്ത് നിസ്കരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോ നിസ്കരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഒരാളെ പിടിച്ച് അകത്തിടാൻ പറ്റുമോ? പറ്റൂല. ഇന്ത്യൻ ലോ അതിനെ എൻഫോഴ്സ് ചെയ്യുന്നില്ല. ഇതേപോലെ ഹിന്ദു ലോസിൽ ഒരുപാട് ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് ഉണ്ടാവും. അപ്പൊ അതൊന്നും എൻഫോഴ്സിബിൾ ബൈ ലോ ഒന്നുമല്ല. നമ്മുടെ ഇന്ത്യയിൽ അത് ചെയ്തിരിക്കണം എന്നൊന്നും പറയുന്നില്ല. അതിൽ ചിലതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒബ്ലിഗേറ്ററി ആയിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ വേണമെങ്കിൽ ചെയ്യാം. ചെയ്യാത്തതിന്റെ പേരിൽ കോടതി ശിക്ഷിക്കാനൊന്നും വരുമൊന്നുമില്ല നിങ്ങളെ. ഇപ്പൊ ഹിന്ദുസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഫെയ്ത്തിലുള്ള ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. ദാനധർമ്മം കൊടുക്കലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അതൊക്കെ ഇനി എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. എൻഫോഴ്സിബിൾ ബൈ ലോ അല്ല, ബട്ട് ഇത് വോട്ട് ഇസ് ഹീയർഡ്. വേദാസി പറഞ്ഞ കാര്യങ്ങളാണ്, വളരെ നല്ല കാര്യങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അടുത്തതാണ് സ്മൃതി. യെസ്, സ്മൃതി മീൻസ് വാട്ട് ഈസ് റിമെമ്പേർഡ്, ഓർമ്മയുള്ളത്. ദീസ് ആർ ഹ്യൂമൻ റീകളക്ഷൻസ് ഓഫ് ഡിവൈൻ നോളജ്. അതായത് കറക്റ്റ് സേജസിൽ നിന്ന് കിട്ടിയ മഹർഷിമാരുടെ കയ്യിൽ നിന്നൊക്കെ കിട്ടിയ കറക്റ്റ് റിലേഷൻസ് ആയിരിക്കില്ല, ബട്ട് അത് റീകളക്ട് ചെയ്തെടുത്ത് ഓർമ്മയുള്ളതായിരിക്കും. സ്മൃതീസ് ഇന്റർപ്രറ്റ് ശ്രുതി. സ്മൃതിന്റെ അകത്ത് ശരിക്കും ചെയ്യുന്നത് ശ്രുതിനെ ഇന്റർപ്രിട്ടേഷൻ ചെയ്യാനാണ്. അതായത് കറക്റ്റ് ഓർമ്മയില്ലാത്തതിനെ വ്യാഖ്യാനിക്കലാണ്. ഇറ്റ് ക്യാൻ ബി ഫർദർലി ഡിവൈഡഡ് ഇൻ ടു ധർമ്മശുത്ര, ധർമ്മശാസ്ത്ര. സ്മൃതിയെ നമുക്ക് രണ്ടായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. ധർമ്മശുത്രാസും ധർമ്മശാസ്ത്രയും. ധർമ്മശുത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബ്രീഫ് ആയിട്ടുള്ള റൂളുകളാണ്, ബ്രീഫ് പ്രാക്ടിക്കൽ റൂൾസ്, അതൊക്കെയാണ് ധർമ്മശുത്രയിലുള്ളത്. ധർമ്മശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റൂൾസ് ആണ്. ഒരു കാര്യം എങ്ങനെ ചെയ്യണമെന്ന് ഡീറ്റെയിൽഡ് ആക്കി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ധർമ്മശാസ്ത്രയാണ്. ബ്രീഫ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന റൂൾസിനെ ധർമ്മശുസ്ത്ര എന്ന് വിളിക്കും. അപ്പൊ സ്മൃതി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ധർമ്മശുത്ര, ധർമ്മശാസ്ത്ര. ഇത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് സ്മൃതീസ്. ഒരുപാട് സ്മൃതി ഉണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്മൃതിയാണ് മനുസ്മൃതി, യജ്ഞവാക്യ സ്മൃതി, പിന്നെ നാരദ സ്മൃതി. ഇങ്ങനെ 3 സ്മൃതികളുണ്ട്. മനുസ്മൃതിന്റെ അകത്ത് മോസ്റ്റ് അതോറിറ്റേറ്റീവ് കവേഴ്സ് ഓൾ ആസ്പെക്ട് ഓഫ് ലൈഫ് ആൻഡ് ലോ. അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, നിർബന്ധമായിട്ട് ചെയ്യണം എന്ന് പറയുന്ന കാര്യങ്ങളാണ് മനുസ്മൃതിയിലുള്ളത്. യജ്ഞവാക്യ സ്മൃതിന്റെ അകത്തുള്ളത് മോർ റാഷണൽ ആൻഡ് ഫോക്കസ്ഡ് ഓൺ സിവിൽ ലോ. റാഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് യജ്ഞവാക്യയിലുള്ളത്. നാരദ സ്മൃതിന്റെ അകത്തുള്ളത് ഫോക്കസ് മെയിൻലി ഓൺ സിവിൽ ലോസ് ആൻഡ് കസ്റ്റംസ്. കസ്റ്റമറി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. അപ്പൊ ഈ 3 സ്മൃതി ഒരു എക്സാമ്പിൾ ആയിട്ട് എഴുതാം. മനുസ്മൃതി, യജ്ഞവാക്യ സ്മൃതി, നാരദ സ്മൃതി. അപ്പോ സ്മൃതി പഠിച്ചു. സ്മൃതിയുടെ അകത്ത് ധർമ്മശുത്ര, ധർമ്മശാസ്ത്ര. ധർമ്മശുത്ര മീൻസ് സിമ്പിൾ ആൻഡ് പ്രാക്ടിക്കൽ റൂൾസ്. മറ്റേത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മോറൽ ടെക്സ്റ്റുകളാണ് ധർമ്മശാസ്ത്രയുടെ അകത്തുള്ളത്. തീർന്നില്ല, ഏൻഷ്യൻ ഹിന്ദു സോഴ്സിൽ ഒരെണ്ണം കൂടിയുണ്ട്, കമന്ററീസ് ഉണ്ട്. ഇതൊന്നും കൂടാതെ പല പണ്ഡിതന്മാരും അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ചെയ്താൽ നല്ലതാണ്, ഒരു ഹൈന്ദവ വിശ്വാസി ഇങ്ങനെ ചെയ്യണം, അത് വളരെ നല്ലതാണ് എന്ന് പൂജാരിമാരും പഴയ പൂജാരിമാര് അങ്ങനെ ഉള്ള ആളുകള് അവര് പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങൾ, അതിനാണ് കമന്ററീസ് ആൻഡ് ഡൈജസ്റ്റ് എന്ന് വിളിക്കുന്നത്. സ്കോളേഴ്സ് റോട്ട് കമന്ററീസ് ഓൺ സ്മൃതീസ് ടു എക്സ്പ്ലെയിൻ ദെയർ മീനിങ്. സ്മൃതിയിലുള്ള കാര്യങ്ങൾ അതിന്റെ അർത്ഥം എന്താണെന്ന് മെൻഷൻ ചെയ്യാൻ വേണ്ടി സ്കോളേഴ്സ്, പല പണ്ഡിതന്മാരും പല പൂജാരിമാരും അവരുടേതായ രീതിയിൽ എക്സ്പ്ലനേഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഇന്ന കാര്യങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ന പ്രാക്ടീസുകളാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുള്ള എക്സ്പ്ലനേഷൻസിനെയാണ് കമന്ററീസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ എക്സ്പ്ലനേഷന്റെ വിഷയത്തിൽ ചില വാക്കുകളിൽ വരുമ്പോൾ ഡിസ്പ്യൂട്ട് ഇപ്പൊ എല്ലായിടത്തും വരുമല്ലോ. ഞാൻ പറയുന്നതാണ്, എറണാകുളം ജില്ലയിലെ ആ പ്രൈവറ്റ് ലോ കോളേജിലെ ആൾക്കാര് 500 രൂപ വെച്ച് അടക്കണം. ആ ഒരു പ്രൈവറ്റ് ലോ കോളേജിലെ ആള്. അപ്പൊ ഞാൻ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് എറണാകുളത്തിൽ പ്രൈവറ്റ് ലോ കോളേജ് പലതും ഉണ്ട്. SM പൂത്തോട്ട ഉണ്ട്, ഭാരത് മാതാ ലോ കോളേജ് ഉണ്ട്, വേറെയും ലോ കോളേജസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ അകത്ത് പ്രൈവറ്റ് ലോ കോളേജ് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ചിലപ്പോൾ ഒന്നായിരിക്കും. അപ്പോ ഇങ്ങനെ ഒരു അവ്യക്തമായ വാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫാത്തിമ കെൻ പറയും കമർ അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഭാരത് മാതയാണ്, ദിയ പറയും SNLC ആണ്. അപ്പോ ഒരു വാക്കിന്റെ അകത്ത് അത് കേൾക്കുന്ന ആളുകൾക്ക് സംശയം ഉണ്ടെങ്കിൽ 2 അഭിപ്രായം പറയുന്ന ആളുകൾ ഉണ്ടാവും. ഇതേപോലെ കമന്ററീസും സ്മൃതിയിൽ പറയുന്ന ദൈവികമായിട്ടുള്ള കാര്യങ്ങളെ അതിനെ ഇന്റർപ്രിറ്റ് ചെയ്യുന്ന വിഷയങ്ങളിൽ പല കമന്ററീസ് വന്നിട്ടുണ്ട്. സ്കോളേഴ്സ് പല രീതിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ പേരിൽ ആശയ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുള്ള 2 സ്കൂളുകൾ,
ആശയ വ്യത്യാസം. മിതക്ഷാര സ്കൂള്, ദയാബഗ സ്കൂൾ എന്ന് പറഞ്ഞ രണ്ട് സ്കൂൾ അങ്ങനെയാണ് ഒറിജിൻ ചെയ്തത്. അതായത് കമന്ററീസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വിഷയത്തിൽ രണ്ടുപേര് ആശയവ്യത്യാസം സംഭവിച്ചു. ചിലർ പറഞ്ഞു ചില വാക്കുകളുടെ അർത്ഥം അങ്ങനെയാണെന്ന്, മറ്റു ചിലർ പറഞ്ഞു അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന്. അപ്പൊ അങ്ങനെ ഡിസ്പ്യൂട്ട് വന്നപ്പോൾ രണ്ടുപേര് രണ്ട് സ്കൂളായി ഫോം ചെയ്തു. അതായത് മിതക്ഷാര, ദയാബഗ സ്കൂള്. ഈ രണ്ട് സ്കൂളുകാരും ഓരോ കമന്ററീസ് വ്യത്യസ്തമായ രീതിയിലാണ് മെൻഷൻ ചെയ്യുന്നത്. അപ്പൊ കമന്ററീസ് പറയുന്ന ആളുകൾ സ്കോളേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് സ്മൃതി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി. അങ്ങനെ അവരുടെ അഭിപ്രായ വ്യത്യാസം അവരെ രണ്ട് സ്കൂളുകളായി തിരിച്ചു. സ്കൂളുകൾ അറിയപ്പെടുന്നത് മിതക്ഷാര, ദയാബഗ സ്കൂൾ എന്നുള്ള സ്കൂളുകളായിട്ടാണ്. ഓക്കെ, അപ്പൊ ഹിന്ദുലോല് രണ്ട് സ്കൂൾ ഉണ്ടെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു. അപ്പൊ നമ്മൾ ഇത്രയും നേരം എന്തൊക്കെയാ പഠിച്ചത്? സോഴ്സസ് ഓഫ് ഹിന്ദുലോല്, ശ്രുതി, സ്മൃതി, കമന്ററീസ്, കമന്ററീസിന്റെ അകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ രണ്ട് സ്കൂളുകളായി തിരിഞ്ഞു എന്നുള്ള കാര്യം പഠിച്ചു. നിർത്താട്ടോ, 1 മണിക്കൂറായി, കുറച്ചു നേരം കൂടെ ഉള്ളൂ, അത് കഴിയുമ്പോൾ നിർത്താം. മിതക്ഷാര, ദയാബഗ സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളുകളെ പറ്റിയാണല്ലോ നമ്മളിപ്പോ കേട്ടത്. മിതക്ഷാര സ്കൂൾ എന്താന്ന് പഠിക്കാം. മിതക്ഷാര, ദയാബഗ ഇവർ തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇത് ഷോർട്ട് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. വാട്ട് ഇസ് മിതക്ഷാര ആൻഡ് വാട്ട് ഇസ് ദയാബഗ സ്കൂൾ? അപ്പൊ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് സോഴ്സസ് ഓഫ് ഹിന്ദുലോനെ പറ്റി എഴുതണം. അതിനകത്ത് കമന്ററീസിന്റെ വിഷയം എത്തിയപ്പോഴാണ് ഇങ്ങനെ ഡിവൈഡ് ആയി പോയത് എന്നുള്ള കാര്യം മെൻഷൻ ചെയ്യണം. എന്നിട്ട് മിതക്ഷാര സ്കൂളിന്റെ അഭിപ്രായക്കാർ ഇന്ന കാര്യങ്ങൾ പറയുന്നു, ദയാബഗയുടെ ആളുകൾ ഇന്നത് പറയുന്നു. ദി മിതക്ഷാര സ്കൂൾ ഇസ് ദി ഓൾഡർ ആൻഡ് മോർ വൈഡ് സ്പ്രെഡ് സ്കൂൾ ഓഫ് ഹിന്ദുലോ. ഹിന്ദുവിൽ ഏറ്റവും ഭൂരിഭാഗം ആളുകൾ ഫോളോ ചെയ്യുന്നത് ഈ മിതക്ഷാര സ്കൂളാണ്. ഇറ്റ് ഈസ് എ കമന്ററി റിട്ടൺ ബൈ വിജനേശ്വര ഓൺ യജുവൻകാര്യ സ്മൃതി. ഈ സ്മൃതി ആസ്പദമാക്കി വിജനേശ്വര എന്ന് പറഞ്ഞ ആളാണ് ഈ ഒരു സ്കൂൾ നിർമ്മിച്ചത്, റിട്ടേൺ ചെയ്തത്. ഈ സ്കൂളിലെ പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ, ആശയ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് പറയുന്നത് ഈ സ്കൂൾ ഇന്ത്യയിൽ പോപ്പുലർ ആയിട്ടുള്ള മെജോറിറ്റി ആളുകളുടെ സ്കൂളാണ്. ഇപ്പൊ കേരളത്തിലുള്ളവരൊക്കെ മിതക്ഷാര സ്കൂളിന്റെ ആളുകളായിരിക്കാം. ഓക്കെ, നിങ്ങൾക്കറിയാവോ, നിങ്ങൾ ഫോളോ ചെയ്യുന്നത് ഇതുണ്ടോ? ഹൃദയ മിതക്ഷാര സ്കൂളാണോ ഫോളോ ചെയ്യുന്നത്? ദിയ, ഹൃദയ, പൂജ, രേഷ്മ, അറിയാവോ? ആര്യ, നിങ്ങൾ ഫോളോ ചെയ്യുന്ന ആളുകള് അല്ല. മിതക്ഷാര, ദയാബഗ അതിപ്പോ കേരളത്തിലും അങ്ങനെ നോക്കുന്നുണ്ടോ? വിഷ്ണു, എങ്ങനെയാണ് പ്രാക്ടിക്കൽ ലൈഫിൽ ഇപ്പൊ എങ്ങനെയാണ്? ആദ്യമായിട്ട് കേൾക്കുന്നത്. ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. അങ്ങനത്തെ ചർച്ചകളൊന്നും ഇല്ലല്ലേ? ഇല്ല, ഓക്കെ ഓക്കെ. ഇതുവരെ ഇല്ല. അപ്പൊ ഇല്ല, പ്രാക്ടിക്കൽ ലൈഫിൽ ഇല്ല, തിയറിറ്റിക്കലി മാത്രം പഠിക്കാനുള്ള സംഭവമാണ്. അപ്പൊ മിതക്ഷാര, അപ്പൊ ഇവിടെ പറയുന്നത് ബംഗാളും ആസാമിലും ഒഴികെയുള്ള ബാക്കി എല്ലായിടത്തും മിതക്ഷാര സ്കൂളാണ് ഫോളോ ചെയ്യുന്നത്. ഞാൻ ഇവിടെ പറയുന്ന ഇവിടുത്തെ വിഷയങ്ങൾ പറയും, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കുള്ളൂ. അതായത് ഈ സ്കൂളിന്റെ വിശ്വാസം അനുസരിച്ച് ഇറ്റ് റെക്കഗ്നൈസ് ദി റൈറ്റ് ബൈ ബർത്ത് ഇൻ ആൻസെസ്ട്രൽ പ്രോപ്പർട്ടി. ഒരു പ്രോപ്പർട്ടി, ഒരു കുടുംബസ്വത്തിന്റെ അകത്ത് ഒരു കുട്ടി ജനിച്ച ഉടനെ ആ കുട്ടി ആ ഒരു പ്രോപ്പർട്ടിയിൽ അനന്തരാവകാശം കിട്ടും. ഞാൻ എന്റെ അച്ഛന് ജനിച്ചു കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ ആ പ്രോപ്പർട്ടിയിൽ ഞാനൊരു അനന്തരാവകാശിയായി. ദിസ് മീൻസ് എ സൺ ബിക്കം കോ ഓണർ ഓഫ് ദെയർ ഫാമിലി പ്രോപ്പർട്ടി ആസ് ഹിസ് ബോൺ. ജനിച്ച ഉടനെ തന്നെ കോ ഓണർ ആവും. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കണമെങ്കിൽ അടുത്ത സ്കൂൾ പഠിക്കുമ്പോഴാട്ടോ മനസ്സിലാവുന്നത്. അടുത്ത സ്കൂളിൽ നമ്മൾ പറയാൻ പോകുന്നത് അങ്ങനെയല്ല. ഒരാൾ മരിക്കുമ്പോഴേ അനന്തരാവകാശം കിട്ടുള്ളൂ. അനന്തരാവകാശം അധികാരം കിട്ടുള്ളൂ. അതായത് ജനിച്ചാൽ തന്നെ എനിക്ക് ഇപ്പോ ഞാൻ ജനിച്ച ഉടനെ എന്റെ ഫാദറിന്റെ പ്രോപ്പർട്ടിയിൽ എനിക്ക് അവകാശം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ പറയുന്നത് ഈ സ്കൂളിൽ അങ്ങനെ റെക്കഗ്നേഷൻ കൊടുക്കുന്നുണ്ട്. മിയർ ബർത്ത് മതി ഒരു പ്രോപ്പർട്ടിയിൽ അവകാശം കിട്ടാൻ, കോണർ ആകാൻ. പക്ഷെ അടുത്ത സ്കൂളിൽ അങ്ങനെയല്ല. അടുത്ത സ്കൂളിൽ പറയുന്നത് ആൻസിസ്റ്റർ ആയിട്ടുള്ള ആരാണോ ഹെഡ് മരിക്കണം എങ്കിലേ അടുത്ത ആൾക്ക് ഓണർ ആവാൻ പറ്റുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, ഒരാൾ ജനിച്ച ഉടനെ ആ ഒരു പ്രോപ്പർട്ടിയിൽ ഓണർ ആകും. പ്രോപ്പർട്ടി ഈസ് ഹെൽഡ് ജോയിന്റ്ലി ബൈ മെമ്പേഴ്സ് ഓഫ് ജോയിന്റ് ഫാമിലി. ജോയിന്റ് ഫാമിലിയുള്ള എല്ലാവരും ഒരുമിച്ചാണ് ആ പ്രോപ്പർട്ടി കൈകാര്യം ചെയ്യുന്നത്. അതായത് എന്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയത്തിമാരുണ്ടെങ്കിൽ എല്ലാവർക്കും അവകാശമുള്ള വീടാണത്, അച്ഛന് മാത്രമല്ല എന്നാണ് ഈ വിശ്വാസികൾ പറയുന്നത്. ദി ഫാദർ കനോട്ട് ഏലിയനേറ്റ് ancestral പ്രോപ്പർട്ടി വിത്തൗട്ട് ദി കൺസെന്റ് ഓഫ് സൺ. മക്കളുടെയും ബാക്കിയുള്ളവരുടെ അനുവാദം ഇല്ലാതെ പ്രോപ്പർട്ടി ഏലിയനേറ്റ് ചെയ്യാൻ പറ്റൂല, കാരണം എല്ലാവർക്കും അവകാശപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണത്. ഇറ്റ് ഫോളോസ് ദി റൂൾ ഓഫ് സർവൈവ്ഷിപ്പ്. സർവൈവ്ഷിപ്പിന്റെ ഒരു റൂള് ഫോളോ ചെയ്യുന്നുണ്ട്. സർവൈവ്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ എ ഫാമിലി മെമ്പർ ഡൈസ് ദെയർ ഷെയർ പാസസ് ഓട്ടോമാറ്റിക്കലി ടു ദി സർവൈവിംഗ് മെമ്പേഴ്സ്. അവരുടെ ഷെയർ ബാക്കിയുള്ള സർവൈവിംഗ് മെമ്പേഴ്സിലോട്ട് ഷെയർ ചെയ്യപ്പെടും. അതായത് ഇപ്പൊ എന്റെ ഫാമിലിയിൽ അച്ഛനമ്മ 2 സിസ്റ്റേഴ്സ് കൊണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ പ്രോപ്പർട്ടി എന്ത് ചെയ്യും? ബാക്കി അച്ഛനമ്മ ബാക്കി സിസ്റ്റേഴ്സിന് ഈക്വലി ഡിവൈഡ് ചെയ്യപ്പെടും. അല്ലാതെ അത് എന്റെ മക്കൾക്കോ അല്ലെങ്കിൽ ബാക്കി ഇതിലോട്ടോ ഒന്നും പോവില്ല. ബാക്കിയുള്ള ഓട്ടോമാറ്റിക്കലി ആയിട്ടുള്ള സർവൈവർ ആയിട്ടുള്ള ആളുകൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് മിതക്ഷാര സ്കൂൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് കേട്ടോ. ഇത് വളരെയധികം ശ്രദ്ധയോടെ പഠിക്കുക. ചെറിയ ചെറിയ പോയിന്റ് ആയിട്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്തത് കൊണ്ടൊന്നല്ല, ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. സർവേഷിപ്പിനെ ഫോളോ ചെയ്യുന്ന ഒരു സ്കൂളാണ്. ഒരാൾ ജനിച്ച ഉടനെ പ്രോപ്പർട്ടി കിട്ടും എന്നാണ് ഈ സ്കൂളിന്റെ വിശ്വാസം.
കോർണർ ആകും. അതുകൊണ്ട് തന്നെ ഫാദറിന് ഇത് ഏലിയനേറ്റ് ചെയ്യാൻ, ഇവരുടെ കൺസെന്റ് ഇല്ലാതെ ഏലിയനേറ്റ് ചെയ്യാനൊന്നും പറ്റൂല. ഇന്ത്യയിലെ മെജോറിറ്റി ആളുകളും ഫോളോ ചെയ്യുന്നത് ഈ ഒരു മിതക്സാര സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളാണ്. സബ് സ്കൂൾസ് ഓഫ് മിതക്സാര. മിതക്സാരക്ക് വീണ്ടും സബ് സ്കൂളുകൾ ഉണ്ട്. ഇതൊക്കെ ജസ്റ്റ് മെൻഷൻ ചെയ്താൽ മതി കേട്ടോ. ബെനാറിയസ് സ്കൂൾ ഉണ്ട്, മിഥില സ്കൂൾ ഉണ്ട്. മെജേറിയസ് സ്കൂൾ എന്ന് പറഞ്ഞാൽ നോർത്തേൺ ഇന്ത്യയുടെ അകത്താണ്, UP ഒറീസയിലൊക്കെയാണ് ആ സ്കൂൾ ഉള്ളത്. മിഥില സ്കൂളാണ് നോർത്ത് ബീഹാർ പാർട്ടിലൊക്കെ ഉള്ളത്. മഹാരാഷ്ട്ര സ്കൂളാണ് മഹാരാഷ്ട്രയിലും ഗുജറാത്തിലൊക്കെ ഉള്ളത്. ദ്രാവിഡ സ്കൂളാണ് സൗത്ത് ഇന്ത്യയിൽ കേരളത്തിലൊക്കെ ഉള്ളത്. പഞ്ചാബ് സ്കൂളാണ് റീജിയൻസ് ഓഫ് പഞ്ചാബിന്റെ അകത്ത് ഉള്ളത്. Each sub-school follow the core Midakshara principle but adapts them slightly based on local custom. മിതക്സാര സ്കൂളാണ് ഇവരെല്ലാവരും ഫോളോ ചെയ്യുന്നതെങ്കിലും ഓരോ സ്ഥലങ്ങളിലും ചെറിയ ചെറിയ വ്യത്യാസമുണ്ട് എന്ന് മാത്രം മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഹിന്ദുവിലോടകത്ത് കമന്ററീസിന്റെ അകത്ത് വന്നിട്ടുള്ള മാറ്റങ്ങളുടെ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേര് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് മിതക്സാര, രണ്ട് ദയാബഗ. മിതക്സാരയുടെ പ്രധാനപ്പെട്ട ഫീച്ചറുകൾ നമ്മൾ പഠിച്ചു. രണ്ടാമത്തെ ദയാബഗ. ദയാബഗ സ്കൂൾ ഇസ് ഫോളോഡ് ബൈ ഇൻ വെസ്റ്റ് ബംഗാൾ ആൻഡ് ആസാം. വെസ്റ്റ് ബംഗാൾ ആസാം ഒഴികെയാണ് മിതക്സാര. അപ്പൊ വെസ്റ്റ് ബംഗാൾ ആസാമിലാണ് ദയാബഗ ഉള്ളത്. ഇറ്റ് ഈസ് റിട്ടൺ ബൈ ജമുത്താവഹാന എന്ന് പറഞ്ഞ ആളാണ് ഇത് റിട്ടേൺ ചെയ്തേക്കുന്നത്. ഈ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? അൺലൈക്ക് മിതക്സാര ഇറ്റ് ഡസ് നോട്ട് റെക്കഗ്നൈസ് ദി സൺസ് റൈറ്റ് ബൈ ബർത്ത്. മിതക്സാര സ്കൂളിനെ പോലെ ഒരാൾ ജനിച്ച ഉടനെ അവകാശം കിട്ടൂല എന്നാണ് ഈ സ്കൂളുകാർ പറയുന്നത്. ദി ഓണർഷിപ്പ് ഓഫ് ആൻസിസ്ട്രൽ പ്രോപ്പർട്ടി അറൈസ് ഓൺലി ആഫ്റ്റർ ദി ഫാദേഴ്സ് ഡെത്ത്. അച്ഛൻ മരിച്ചാലേ മറ്റുള്ളവർക്ക് പ്രോപ്പർട്ടി കിട്ടുള്ളൂ. ഒരിക്കലും മറ്റുള്ളവർ കോ ഷെയറർ ആകൂല, മരിച്ചതിന് ശേഷമേ ഷെയറർ ആകുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. ദി ഫാദർ ഇസ് അബ്സല്യൂട്ട് ഓണർ ഡ്യൂറിംഗ് ഹിസ് ലൈഫ് ടൈം ആൻഡ് ക്യാൻ ഫ്രീലി ഡിസ്പോസ് ഓഫ് പ്രോപ്പർട്ടി. ഫാദർ അബ്സല്യൂട്ട് ഓണർ ആണ്, അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ഏത് പ്രോപ്പർട്ടി വേണമെങ്കിലും കൊടുക്കാം. അവിടെ പറഞ്ഞതിന്റെ നേരെ എക്സാക്ട് ഓപ്പോസിറ്റ് ആണ് ഇവിടെ പറയുന്നത്. ദി റൈറ്റ് ടു ഡിമാൻഡ് പാർട്ടിഷൻ ഡസ് നോട്ട് എക്സിസ്റ്റ് ഡ്യൂറിംഗ് ദി ഫാദേഴ്സ് ലൈഫ് ടൈം. പാർട്ടിഷൻ ചെയ്യാൻ പറയാനുള്ള അധികാരം ലൈഫ് ടൈമിൽ ഉണ്ടാവില്ല. മക്കൾക്ക് പാർട്ടിഷൻ ചെയ്ത് ചോദിക്കാനുള്ള അധികാരം ഉണ്ടാവില്ല. അവിടെ പറഞ്ഞത് ചോദിക്കാൻ അധികാരം ഉണ്ട്, കാരണം അവർ കോർണർ ആയതുകൊണ്ട്. ഇവിടെ അങ്ങനെയല്ല, ഫാദർ മരിച്ചതിന് ശേഷം മാത്രമേ പാർട്ടിഷൻ ആവശ്യപ്പെടാൻ പറ്റുള്ളൂ. ദി റൂൾ ഓഫ് ഇൻഹെറിറ്റൻസ് ഇസ് ബേസ്ഡ് ഓൺ ഓഫറിംഗ് പിണ്ട, നോട്ട് ജസ്റ്റ് ബർത്ത് റിലേഷൻ. ഇവിടെ അനന്തരാവകാശം കിട്ടുന്നത് പിണ്ട എന്ന ഒരു ബേസിസിലാണ്, ബ്ലഡ് റിലേഷന്റെ ബേസിസിലല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും എന്റെ മകനും ഒക്കെ ജീവിക്കുന്ന ഒരു ഫാമിലിയുടെ അകത്ത് എനിക്ക് ജനിച്ചൊരു മകൻ, അവന് ഞാനുമായിട്ട് ഒരു ബന്ധവും ഇല്ല, അവൻ എന്റെ കൂടെ ഒന്നുമല്ല ജീവിക്കുന്നത്, അവൻ എവിടെയോ പോയി എങ്ങനെയോ ജീവിക്കുന്നു. അവസാനം ഞാൻ മരിച്ചു കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് അവൻ വന്നേക്കണേണ് അനന്തരാവകാശം ചോദിച്ചുകൊണ്ട്. കൊടുക്കണോ വേണ്ട എന്നാണ് സ്കൂളുകാർ പറയുന്നത്. ബ്ലഡ് റിലേഷന്റെ പേരിലൊന്നും ഒരാൾക്ക് ഇൻഹെറിറ്റൻസ് കൊടുക്കരുത്, പിണ്ടയുടെ ബേസിസിൽ കൊടുത്താൽ മതി. പിണ്ട എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? പിണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്യൂണറിയൽ റൈറ്റ്സ് ആണ്, റിച്വൽസ് ആണ്. നമ്മുടെ എന്താ ഇതിനെ പറയുന്നത്, പിണ്ടം വെക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? കാക്കനെ വിളിച്ച്, അതിനെന്താ മലയാളത്തിൽ പറയുന്നത്? മരിച്ചു കഴിയുമ്പോ ഈ തേങ്ങയൊക്കെ വെച്ച് കണ്ടിട്ടില്ലേ? ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. മരിച്ചു കഴിയുമ്പോ എന്ത് ചെയ്യും? എന്തോ ഒരു സംഭവം കാക്കനെ വിളിച്ച് ഫുഡൊക്കെ കൊടുക്കൂലേ? അതിനെന്താ നിങ്ങൾ കറക്റ്റ് പറയുന്നത്? ബലി കൊടുക്കണം. ബലി കൊടുക്കുക അല്ലേ? അത് തന്നെ, അതിനാണ് പിണ്ട വെക്കുക എന്ന് പറയുന്നതാണ്. അപ്പൊ അത്രയും റിലേറ്റീവ് ആയിട്ടുള്ള ആളുകൾ, ക്ലോസ് ആയിട്ടുള്ള ആളുകൾ അത് ചെയ്യുള്ളൂ. അപ്പൊ എവിടെയെങ്കിലൊക്കെ ജീവിക്കുന്ന ഒരു ബ്ലഡ് റിലേറ്റീവിന് ഇൻഹെറിറ്റൻസ് കിട്ടൂല. പിണ്ട ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ഇൻഹെറിറ്റൻസ് കിട്ടുള്ളൂ എന്നിവിടെ പറയുന്നുണ്ട്. ദി പ്രോപ്പർട്ടി ഓഫ് എ ഡിസീസ്ഡ് പേഴ്സൺ ഗോസ് ടു ഹയേഴ്സ് ഇൻക്ലൂഡിംഗ് വിഡോസ്, ഡോട്ടേഴ്സ് ആൻഡ് അതർ റിലേറ്റീവ്സ് റാദർ ദാൻ ടു ദി മെയിൽ മെമ്പേഴ്സ് ഓഫ് ജോയിന്റ് ഫാമിലി. പിന്നെ ഒരു കാര്യമുണ്ട്, ദയാഭാഗ്യ പറയുന്നത് മരിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾക്കും പ്രോപ്പർട്ടി കിട്ടും. പക്ഷെ മിതക്സാരയിൽ അങ്ങനെയല്ല. മിതക്സാരയിൽ ആണുങ്ങൾക്ക് മാത്രമേ സ്ഥാനമുള്ളൂ. പ്രോപ്പർട്ടി ആണുങ്ങൾക്ക് മാത്രമേ കിട്ടുള്ളൂ, സൺസിന് മാത്രമേ കിട്ടുള്ളൂ, ബാക്കിയുള്ള ഡോട്ടേഴ്സിന് കിട്ടൂല. ഇവിടെ അങ്ങനെയല്ല, വിഡോസിനും ഡോട്ടറിനൊക്കെ മരിച്ചതിന് ശേഷം കിട്ടും. ഇതാണ് കീ ഡിഫറൻസ്. ഇനി ഇത് ഒന്ന് പറഞ്ഞേ, ഏതൊക്കെയാണ് ഡിഫറൻസ്? പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ് ഒരെണ്ണം പറയോ? മിതക്സാരയിൽ എന്താണ്, ദയാഭാഗ്യയിൽ എന്താണ്? ഒരു 4-5 ഡിഫറൻസ് നമ്മൾ പറഞ്ഞു. ഒരെണ്ണം പറഞ്ഞു. ഇത് ഷോർട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഭാഗമാണിത്. ഓരോരുത്തർ പറയൂ. വൈൻഡ് അപ്പ് ചെയ്യണം നമുക്ക് ക്ലാസ്, ടൈം വല്ലാതെ കൂടുന്നുണ്ട്. പെട്ടെന്ന് പറയൂ. മിതക്സാരയില് ജൻബോൺ ടു ഓണർഷിപ്പ് കിട്ടുന്നത് ജനിച്ച അവിടെ. മിതക്സാരയിൽ ജനിച്ച ഉടനെ കിട്ടും. ഇവിടെ അങ്ങനെയല്ല, മറിച്ച് എപ്പോഴാണ് കിട്ടുന്നത്? ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ദ ഫാദർ. ആഫ്റ്റർ ദി ഡെത്ത് ഓഫ് ദി ഫാദർ ആണ് ഇവിടെ കിട്ടുന്നത് ദയാഭാഗ്യയില്. ഒരു ഡിഫറൻസ് ആയി. അടുത്തത് ഇന്റർ കണക്റ്റഡ് ആണ്, ബന്ധിപ്പിച്ച് പറഞ്ഞു. ആർക്കും ഒരു ഉഷാറില്ലല്ലോ. ആര്യ പറയൂ. ആര്യ, ഗീത ചേച്ചി പറയൂ. പ്രോപ്പർട്ടി ഏലിയനേറ്റ് ചെയ്യാൻ പറ്റും ഫാദറിന്. അത് ഏത് സ്കൂളിലാണ്?
കൺസെന്റ് ഇല്ലാതെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് ഏത് സ്കൂളിലാണ്? മക്കളൊക്കെ ജീവിച്ചിരിക്കുന്ന സമയത്ത് മക്കളുടെ അനുവാദം ഇല്ലാതെ തന്നെ ഫാദറിന് പ്രോപ്പർട്ടി അബ്സല്യൂട്ട്ലി എലിമിനേറ്റ് ചെയ്യാം, മറ്റുള്ളവർക്ക് കൊടുക്കാം, മക്കളുടെ കൺസെന്റ് ഒന്നും വാങ്ങി. എവിടെയാണ്? ഇതാക്ഷരം. ഇതാക്ഷരയാണോ? എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഓ, ദയാബകയിലല്ലേ? ദയാബഗയിലാണ്. മിതാക്ഷരയില് എലിമിനേറ്റ് ചെയ്യാൻ പറ്റൂല എന്നാണ് പറഞ്ഞത്. അവിടെ കുട്ടികള് കോഷെയറർ ആവുന്നതുകൊണ്ട് അവരുടെ കൺസെന്റ് വേണം എന്നാണ് പഠിച്ചത്. കൺസെന്റ് ഇല്ലാതെ ചെയ്യാൻ പറ്റൂല. അവിടെ കൺസെന്റ് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നത് ദയാബഗയിലാണ്. ഓക്കെ, മാറിപ്പോയല്ലേ കേട്ടോ. കാണിച്ചുതരാ, സ്ലൈഡ് നോക്കിക്കേ. Yes, yes. കണ്ട, ദി റൈറ്റ് ദി റൂൾ ദി ഫാദർ ഇസ് അബ്സല്യൂട്ട് ഓണർ ഡ്യൂറിങ് ഹിസ് ലൈഫ് ടൈം ആൻഡ് ക്യാൻ ഫ്രീലി ഡിസ്പോസ് ഓഫ് ദി പ്രോപ്പർട്ടി. അത് ദയാബഗയിലാണത്. പിന്നെ പിണ്ടയുടെ ബേസിസിൽ ഇൻഹെറിറ്റൻസ് കിട്ടുന്നതൊക്കെ എവിടെയാണ്? ദയാബഗയിലാണ്. പിന്നെ സർവേഷിപ്പ് ഒക്കെ ഉള്ളത് മിതക്ഷാരയിലാണ്. ആണുങ്ങൾക്ക് മാത്രമേ ഇൻഹെറിറ്റൻസ് കിട്ടുന്നുള്ള റൂൾ എവിടെയാണുള്ളത്? അതോടെ പറയും, എവിടെയാണത്? മിതാക്ഷരയിലാണോ ദയാബഗയിലാണോ? ദയാബഗ. മാറിപ്പോവല്ലേ. ആണുങ്ങൾക്ക് മാത്രം കിട്ടും എന്നുള്ളത് മിതാക്ഷരയിലാണ്. പെണ്ണുങ്ങൾക്കും വിഡോസിനും ഡോട്ടേഴ്സിനും കൂടെ കിട്ടും എന്നുള്ളതാണ് ദയാബഗയില്. കണ്ടില്ലേ, ഇത് ദയാബഗയാണിത്. ദയാബഗ സ്കൂൾ. ലാസ്റ്റ് കണ്ടില്ലേ, ദി പ്രോപ്പർട്ടി ഓഫ് എ ഡിസീസ്ഡ് പേഴ്സൺ ഗോസ് ടു ഹയേഴ്സ് ഇൻക്ലൂഡിംഗ് വിഡോസ് റാദർ ദാൻ ടു ദി മെയിൽ മെമ്പേഴ്സ്. മെയിൽ മെമ്പേഴ്സിന് മാത്രമല്ല, ഫീമെയിലിന് കൂടി കിട്ടുന്നത് ദയാബഗയിലാണ്. ഫീമെയിലിന് കിട്ടാത്തത്, ആണുങ്ങൾക്ക് മാത്രം കിട്ടുന്നത് മിതാക്ഷരയിലാണ്. അപ്പൊ ഇത് തീർന്നില്ല. നമ്മളിപ്പോ ഏൻഷ്യൻ സോഴ്സസ് അല്ല പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രുതി സ്മൃതി കമന്ററീസ് ആയി ഒരെണ്ണം കൂടി ഉണ്ട്, കസ്റ്റം. കസ്റ്റം എന്ന് പറയാൻ എന്താ? കസ്റ്റം ഇസ് ലോങ് സ്റ്റാൻഡിങ് സോഷ്യൽ പ്രാക്ടീസ് അക്സെപ്റ്റഡ് ബൈ പീപ്പിൾ. ജനങ്ങൾ ഒരുപാട് നാളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യത്തിനാണ് കസ്റ്റം എന്ന് വിളിക്കുക. ആചാരം. അതെ, ആചാരം കുറെ നാളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന, ഇതും ഒരു റിലീജിയസ് ആയിട്ടുള്ള നിയമമായി മാറുന്ന ഒരു കാര്യമാണ്. ഇറ്റ് ഇസ് എ ഹൈലി റെസ്പെക്ടഡ് സോഴ്സ് ഓഫ് ഹിന്ദു ലോ ഫോർ എ കസ്റ്റം ടു ബി വാലിഡ്. ഒരു കസ്റ്റം വാലിഡ് ആണെന്നുണ്ടെങ്കിൽ പ്രാക്ടീസ്ഡ് ഓവർ എ ലോങ് ടൈം, ഒരുപാട് നാൾ ഇത് ഫോളോ ചെയ്യുന്നതായിരിക്കണം. റീസണബിൾ, നോട്ട് ഇമ്മോറൽ, തെറ്റാകാൻ പാടില്ല. കൃത്യമായ റീസൺസ് അതിൻ്റെ അകത്ത് ഉണ്ടാകണം. കൺസിസ്റ്റൻസി ഉണ്ടാകണം. ഇപ്പോഴും അത് തുടരുന്നതായിരിക്കണം. അക്സെപ്റ്റഡ് ആസ് ലോ ബൈ കമ്മ്യൂണിറ്റി. ചില ആളുകളെങ്കിലും അതിനൊരു നിയമമായി കൺസിഡർ ചെയ്യണം. എന്നുണ്ടെങ്കിൽ കൃത്യമായ സോഴ്സ് ഇല്ലെങ്കിൽ പോലും കസ്റ്റം എന്നതിന്റെ ബേസിൽ അതിനെ നിയമമാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് നിയമങ്ങൾ വന്നിട്ടുണ്ട്. പലതരത്തിലുള്ള കസ്റ്റംസ് ആണ്. ലോക്കൽ കസ്റ്റം, ഫാമിലി. ലോക്കൽ എന്നൊക്കെ പറഞ്ഞാൽ ചില ഏരിയാസിൽ മാത്രമുള്ള നിയമങ്ങൾ. ഫാമിലി കസ്റ്റം എന്ന് പറഞ്ഞാൽ ചില ഫാമിലിയിൽ മാത്രമുള്ള നിയമങ്ങൾ. കാസ്റ്റ് കസ്റ്റം എന്ന് പറഞ്ഞാൽ ചില കാസ്റ്റുകൾക്ക് മാത്രമുള്ള കസ്റ്റമുകൾ. ഗിൽഡ് കസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ട്രേഡിൽ മാത്രം, ചില കച്ചവടങ്ങളിൽ മാത്രമുള്ള കസ്റ്റംസ്. അപ്പൊ ഇത്രയും കസ്റ്റംസും കാര്യങ്ങളും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. പെട്ടെന്ന് തീർക്കാം. മോഡേൺ സോഴ്സ്. ഏൻഷ്യൻ സോഴ്സ് കഴിഞ്ഞു, 4 മോഡേൺ സോഴ്സ് എന്ന് പറയുന്നത് ഇക്വിറ്റി ആൻഡ് ആഫ്റ്റർ ദി ബ്രിട്ടീഷ് റൂൾ ബിഗൺ ഇന്ത്യൻ ലീഗൽ സിസ്റ്റം ഇവോൾഡ് ഹിന്ദു ലോ സ്റ്റാർട്ടഡ് ടു ഇൻക്ലൂഡ് മോഡേൺ ലീഗൽ പ്രിൻസിപ്പൾസ്. ഹിന്ദു ലോടകത്ത് മോഡേൺ ആയിട്ടുള്ള ഒരുപാട് നിയമങ്ങൾ വന്നു. ഈ ശ്രുതി സ്മൃതിയിലുള്ള നിയമങ്ങൾ മാത്രമല്ലാതെ. ഒന്ന് ഇക്വിറ്റി, അതായത് ശരിയുടെ ബേസിസിൽ കോടതികൾ ഇക്വിറ്റി തീരുമാനിക്കാൻ തുടങ്ങി. ഇവിടെ ഇക്വിറ്റി, ശരി, ജസ്റ്റിസിന്റെ ബേസിസിൽ ഇതാണ് ശരി. അപ്പൊ അവിടെ കൃത്യമായ റൂൾ ഇല്ല ആ വിഷയത്തിൽ. എന്നിരുന്നാലും ഇക്വിറ്റിയുടെ ബേസിസിൽ കോടതി ഒരു കാര്യം ഡിസൈഡ് ചെയ്യാൻ തുടങ്ങി. രണ്ടാമത്തത് പ്രീസിഡന്റ്. പ്രീസിഡന്റ് എന്ന് പറഞ്ഞാൽ ഡിസിഷൻസ് മെയ്ഡ് ബൈ കോർട്ട് ഇൻ ഏർലിയർ കേസസ്. നേരത്തെ കോടതി പറഞ്ഞ ഡിസിഷൻസ് അതൊരു നിയമമായി മാറും. ഇപ്പൊ ഒരു വിഷയം എൻ്റെ അടുത്ത് വന്നു, ഞാൻ ജഡ്ജാണ്. അപ്പൊ എനിക്ക് അവിടെ ഹിന്ദു ലോ ഇതിന് കൃത്യമായി ശ്രുതി സ്മൃതി ഒന്നും ഇല്ലാന്നാണെങ്കിൽ ഈ വിഷയത്തിൽ നേരത്തെ ഏതെങ്കിലും കോടതി വിധി വന്നിട്ടുണ്ടോ എന്ന് നോക്കും. അങ്ങനെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വിധി അനുസരിച്ച് ഇവിടെ ഹിന്ദു ലോ ആണ് എന്ന് എനിക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു സോഴ്സ്, ആ ഒരു വിഷയത്തിന്റെ അകത്തുള്ള സോഴ്സ് എന്നുള്ളത് ജുഡീഷ്യൽ പ്രസിഡന്റ് ആണ്. പ്രസിഡന്റിനെ വിളിക്കുന്നത്, അതായത് നേരത്തെ കോടതി പറഞ്ഞ ഡിസിഷൻ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇതൊരു മോഡേൺ സോഴ്സ് ആണ്. മൂന്നാമത്തേത് ലെജിസ്ലേഷൻ, അതായത് പാർലമെന്റ് പാസാക്കിയ ഹിന്ദു ലോകൾ. അതായത് ഇതൊക്കെയാണത്. സെവറൽ ഹിന്ദുസ് ലോസ് മെയ്ഡ് ബൈ പാർലമെന്റ്. ഹിന്ദു മാരേജ് ആക്ട്, ഹിന്ദു സക്സഷൻ ആക്ട്, ഹിന്ദു അഡോപ്ഷൻ ആക്ട്, ഹിന്ദു മൈനോറിറ്റി ആക്ട്. ഇതൊക്കെയാണ് പാർലമെന്റ് പാസാക്കിയിട്ടുള്ള ആക്ടുകൾ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്തെന്നുള്ളത് നമ്മുടെ നമ്മുടെ മോഡേൺ സോഴ്സ് എന്ന് പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ ഒന്ന് പെട്ടെന്ന് തംസപ്പെടൂ. ഒരു 5 മിനിറ്റ് കൂടെ ഉള്ളൂ, അത് കഴിഞ്ഞ് ഇപ്പൊ നിർത്താം. അത് കഴിഞ്ഞാൽ ഹിന്ദു സോഴ്സ് തീരും. നമ്മളിപ്പോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ വീണ്ടും ഹിന്ദു സോഴ്സ് ഡിസ്കസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഒരു ചെറിയ ടോപ്പിക് കൂടി കഴിഞ്ഞാൽ ഹിന്ദു കഴിയും. അടുത്തത് നമുക്ക് മുസ്ലിം സോഴ്സ് നോക്കാം. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മള് ഒന്ന് സ്പീഡി പറയണം ഇത്രയും നേരം പഠിച്ച കാര്യങ്ങൾ. നമ്മൾ ഹിന്ദുലോടകത്ത് ഹിന്ദു ആരാണ്, ഹിന്ദുലോ എന്താണ്, അതെങ്ങനെ വന്നു, ടേം എങ്ങനെ വന്നു, പിന്നെ ഹിന്ദുലോടെ സോഴ്സസ്, ശ്രുതി, ഏൻഷ്യന്റ് ആൻഡ്
മോഡേൺ ഉണ്ട്, ഏൻഷ്യന്റ് ശ്രുതി സ്മൃതി, കമന്ററീസ്, കസ്റ്റം. മോഡേണിന്റെ അകത്ത് ഇക്വിറ്റി, ജുഡീഷ്യൽ പ്രസിഡന്റ്, ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക് ഒക്കെ നമ്മൾ നോക്കി. ഡോക്ട്രിൻ ഓഫ് ഫാക്ട് ആൻഡ് വാലിറ്റി എന്ന് പറഞ്ഞ ഒരു ഡോക്ട്രിൻ നമ്മൾ നോക്കാൻ പോകുന്നത് സിമ്പിൾ ആണ്. ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ ഒരു കാര്യം ഞാൻ അത് പറഞ്ഞുതരാം. അതായത് ഞാനൊരു കാര്യം പറയട്ടെ, ഈ സപ്തപതി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് ചെയ്താലേ കല്യാണം വാലിഡ് ആവുള്ളൂ. ഇൻ കേസ് ഹൃദ്യയുടെ കല്യാണം നടക്കണം കേട്ടോ, വിദ്യ സപ്തപതി ചെയ്തില്ല, അപ്പൊ എന്തായിരിക്കും? സപ്തപതി ചെയ്തില്ല, പക്ഷെ ഹൃദ്യ കല്യാണം കഴിച്ചു, രജിസ്റ്റർ ചെയ്തു, ഒരുപാട് നാൾ ജീവിച്ചു. പക്ഷെ ഹൃദ്യം കല്യാണം കഴിച്ച ആളും ഹിന്ദു ആണ്, സപ്തപതി ചെയ്തില്ല. അപ്പൊ അതും പറഞ്ഞിട്ട് 4 വർഷത്തിന് ശേഷം എനിക്ക് കേസ് കൊടുക്കാൻ പറ്റുമോ? അത് ഹൃദ്യ കല്യാണം കഴിച്ചിട്ടില്ല, അത് വാലിഡ് അല്ല സപ്തപതി ചെയ്യാത്തത് കൊണ്ട്. അപ്പൊ ചെയ്യൽ ഒബ്ലിഗേഷൻ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്തില്ല, പക്ഷെ ഒരുപാട് നാൾ കഴിഞ്ഞു. അതിന്റെ പേരും പറഞ്ഞ് അത് ചെയ്യേണ്ടതായിരുന്നു ബട്ട് അത് ചെയ്തില്ല എന്ന റീസൺ പറഞ്ഞിട്ട് അതിനെ ഇൻവാലിഡ് ആക്കി കളയാൻ പറ്റുമോ? ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ കല്യാണം നമുക്ക് ക്യാൻസൽ ആക്കി കളയാൻ പറ്റുമോ? നിങ്ങൾ യുക്തിപരമായിട്ട് ഉത്തരം പറഞ്ഞോ, കുഴപ്പമില്ല. കൽക്കട്ടയുടെ ഒരു വിധി ഉണ്ടായില്ലേ, 7 പ്രാവശ്യം വലം വെച്ചില്ലെങ്കിൽ അത് അസാധുവാണെന്ന് പറഞ്ഞിട്ട് അടുത്ത നാളിൽ. അസാധുവാണെന്നുള്ള നിയമമുണ്ട്. പക്ഷെ ഞാനിവിടെ ചോദിക്കുന്നത്, ആഫ്റ്റർ എ ലോങ് ടൈം ഹൃദ്യ ഒരുപാട് നാൾ ജീവിച്ചു ഭർത്താവായിട്ട്, അതിനുശേഷം നമുക്ക് അത് അസാധുവാണ്, അത് നിയമമാണ്. അത് അങ്ങനെ സപ്തപതി ചെയ്തില്ലെങ്കിൽ അത് അസാധുവാകും. പക്ഷെ ഒരുപാട് നാൾ ജീവിച്ചു, അതിനുശേഷം നമുക്ക് അതിനെ അസാധുവാക്കി കളയണോ, അല്ലെങ്കിൽ ഒന്നുകൂടെ കല്യാണം കഴിക്കാൻ പറയണോ, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇതൊരു ക്വസ്റ്റ്യൻ അല്ലേ. നമ്മൾ ലോജിക്കലി ആൻസർ ചെയ്യുമ്പോൾ എന്തായിരിക്കും? ലോജിക്കലി ഉത്തരം പറഞ്ഞു, അത് റൂള് ഫോളോ ചെയ്യാത്തത് കൊണ്ട് ഒന്നുകൂടെ കല്യാണം കഴിക്കാൻ പറയണം എന്നുള്ളതാണ്. യെസ്. പക്ഷെ ഡോക്ട്രിൻ ഓഫ് ഫാക്ട് ആൻഡ് വാലിറ്റി പറയുന്നത് ഔട്ട് ടു ബി ഡു, ചെയ്യേണ്ട ഒരു കാര്യം ചെയ്തില്ല എന്ന റീസൺ കൊണ്ട് അതിനുശേഷം ഒരുപാട് നാളും കൂടി കഴിഞ്ഞു പോയി എന്നുണ്ടെങ്കിൽ, ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു, അത് ചെയ്തില്ല, പക്ഷെ ഒരുപാട് നാൾ കഴിഞ്ഞു പോയാൽ പിന്നെ അതിനെ നിർബന്ധിക്കണ്ട, അത് പിന്നെ അത് വിട്ടേക്ക്, അത് പിന്നെ നേരായ രീതിയിൽ ചെയ്തു എന്ന രീതിയിൽ അതിനെ കൺസിഡർ ചെയ്താൽ മതി. അതായത് പൂച്ച കണ്ണടച്ച് പാല് കുടിച്ച അവസ്ഥ പോലെ. അതായത് പൂച്ചന്റെ അടുത്ത് പാല് കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, പൂച്ച കണ്ണടച്ച് പാല് കുടിച്ച് നമ്മൾ കണ്ട്. അതും പറഞ്ഞ് നമുക്ക് പൂച്ചനെ കൊന്നുകളയാനൊന്നും പറ്റുമൊന്നുമില്ലല്ലോ. പാല് കുടിക്കരുന്ന് പറഞ്ഞു, പക്ഷെ പൂച്ച കുടിക്കാതിരുന്നു. അവൻ പറഞ്ഞു പൂച്ചനെ കൊണ്ട് വായിന്ന് തുപ്പിക്കുക, അതുവെല്ലാം ചെയ്യണം. ചെയ്യരുത്. കുടിച്ചു പോയെങ്കിൽ പോട്ടെ, വിട്ടേക്ക എന്നാണ് ഈ ഡോക്ടറിൽ പറയുന്നത്. നിയമപരമായി ചെയ്യാൻ പാടില്ലാത്ത ഒരാൾ ചെയ്താൽ അതിനുശേഷം ഒരു ലോങ് പീരീഡ് ആവുകയും ചെയ്താൽ പിന്നെ അതിനെ കുത്തിപ്പൊക്കി എടുക്കണ്ട, അതിനങ്ങ് അതിന്റെ പാട്ടിന് വിട്ടേക്ക്. ഇത് കൂടുതലും നമ്മുടെ രാജ്യത്ത് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഡോക്ടറിൻ കൊണ്ടുവന്നേക്കുന്നത്. മീനിങ് ഓഫ് ഫാക്ട് ആൻഡ് വാലറ്റ്. ദി ഫ്രൈസ് ഫാക്ട് ആൻഡ് വാലറ്റ് quod feri non debit is a legal Latin term which means vote out not to be done. ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം becomes valid. അതിനെ വാലിഡ് ആയി കണക്കാക്കാം വൺ ഇറ്റ് ഇസ് ഡൺ. അത് ചെയ്തു പോയെങ്കിൽ വിട്ടേക്കാം, അതിന്റെ പുറകിൽ കുത്തി പൊക്കണ്ട. ചെയ്യാൻ പാടില്ല, ഓക്കെ, ബട്ട് അത് ചെയ്തു പോയിന്നുണ്ടെങ്കിൽ അത് വാലിഡ് ആയിട്ട് അതിനെ വിട്ടേക്കാം, അതിന്റെ പുറകിൽ കുത്തിപ്പൊക്കി പോണ്ട. സിമ്പിൾ വേർഡ്സ്, ഇറ്റ് മീൻസ് ദാറ്റ് ഈവൻ ഇഫ് an act is wrong or irregular according to law or religious texts, it is already done. പാടില്ലാത്തതാണ് പക്ഷെ ചെയ്തു പോയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി അക്സെപ്റ്റഡ് ആസ് വാലിഡ്. അതിനെ വാലിഡ് ആയിട്ട് അങ്ങ് കൺസിഡർ ചെയ്യണം. അതിന്റെ ഒറിജിൻ എങ്ങനെയാണെന്ന് നോക്കാം. ദി ഡോക്ട്രിൻ വാസ് മെയിൻലി ഡെവലപ്ഡ് ആൻഡ് അപ്ലൈഡ് അണ്ടർ ദയാബഗ സ്കൂൾ. ദയാബഗ സ്കൂളിലാണ് ഈ ഡോക്ട്രിൻ കൂടുതലായിട്ട് ഇവോൾവ് ചെയ്തത്. ഇറ്റ് വാസ് റെക്കഗ്നൈസ്ഡ് ഓൺലി ടു ലിമിറ്റഡ് എക്സ്റ്റെന്റ്. ഒരു പരിധി വരെയും നിരക്ഷാരയിൽ ഇത് അംഗീകാരമുള്ളൂ. നിരക്ഷാര ഒരുപാട് ഇതിനെ സ്വീകരിക്കുന്നില്ല. ഓക്കെ, എന്തുകൊണ്ടാണ് എക്സാമ്പിൾ ഓഫ് യൂസ്? സപ്പോസ് എ മാരേജ് വാസ് കണ്ടക്ടഡ് ബിറ്റ്വീൻ ടു പീപ്പിൾ ഹു അണ്ടർ ദി റിലീജിയസ് കോഡ് വെയർ നോട്ട് അലൗഡ് ടു മാരി ഈച്ച് അതർ. നമ്മുടെ റിലീജിയസ് നിയമം, കല്യാണം കഴിക്കുന്ന നിയമം നമ്മൾ അടുത്ത മൊഡ്യൂൾ പഠിക്കും. അപ്പൊ ഒരു തെറ്റായ രീതിയിൽ ഒരാൾ കല്യാണം കഴിച്ചു, ഇങ്ങനെ ക്ലോസ് റിലേഷനിലുള്ള ഒരു കല്യാണം കഴിക്കാൻ പാടില്ല. സഹോദരൻ സിസ്റ്റർ, ഇപ്പൊ ഒരു ബ്രദർ സിസ്റ്റർ കല്യാണം കഴിച്ചു, അത് വാലിഡ് അല്ല ശരിക്കും ഹിന്ദുലോ പ്രകാരം. പക്ഷെ ഓൾറെഡി അങ്ങനെ കഴിച്ചു പോയി എന്നുണ്ടെങ്കിൽ, കഴിക്കാൻ പാടില്ല ബട്ട് കഴിച്ചു പോയാൽ, ഹൗവർ ഇഫ് ദി മാരേജ് ഹാസ് ഓൾറെഡി ടേക്കൻ പ്ലേസ്, കഴിച്ച് കഴിഞ്ഞു പോയി എന്നുണ്ടെങ്കിൽ ദി കപ്പിൾസ് ലിവ്സ് ടുഗദർ ആസ് ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ ദെൻ അണ്ടർ ദി ഡോക്ട്രിൻ ഓഫ് ഫാക്ട് ആൻഡ് വാലിഡ് ദിസ് മാരേജ് വിൽ ബി കൺസിഡർഡ് വാലിഡ്. കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഡോക്ട്രിൻ ഉപയോഗിച്ച് വാലിഡ് ആക്കാൻ പറ്റും. എന്തിനാണ് ഇത്? ടു പ്രൊട്ടക്ട് ദി സോഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് റൈറ്റ്സ് ഓഫ് പാർട്ടീസ് ഇവോൾവ്ഡ്. സോഷ്യലി നിലനിർത്താനാണ്. ഇത് ഇങ്ങനെ ഇൻവാലിഡ് ആയി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാവും മൊത്തത്തിൽ. അത് ഒഴിവാക്കാനാണ്. ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്യാൻ പാടില്ല, ബട്ട് ഇൻ കേസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഔട്ട് നോട്ട് ടു ബി ഡൺ ആണ്. അത് ചെയ്തു പോയാൽ അതിനെ വാലിഡ് ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി എന്നാണ് ഈ ഒരു ഡോക്ട്രിയിൽ പറയുന്നത്. The doctrine is very important because it gives legal effect to acts that have already happened. കാരണം ചെയ്തു പോയ കാര്യങ്ങൾക്ക് ലീഗലി എഫക്ട് നൽകുന്ന ഒരു കാര്യമാണ്, തെറ്റാണെങ്കിൽ പോലും. അപ്പൊ അതുകൊണ്ട് ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഡോക്ട്രിൻ ആണ്. അൺനെസസറി ആയിട്ടുള്ള ഡിസ്പ്യൂട്ടുകൾ ഈ ഒരു ഡോക്ട്രിൻ ഉപയോഗിച്ച് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ വാലിഡ് ആക്കാൻ പറ്റില്ല എന്നാണെങ്കിൽ ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കും. പിന്നെ എന്ത് ചെയ്യും? ഒരു കല്യാണം കഴിച്ചു പോയല്ലോ, ഒരുമിച്ച് ജീവിച്ചല്ലോ, കുട്ടി ഉണ്ടായല്ലോ എന്നൊക്കെ പറഞ്ഞ പ്രശ്നം ഉണ്ടാവും. പക്ഷെ അതൊക്കെ ഒഴിവാക്കാനാണ് ഇങ്ങനെ ഒരു ഡോക്ട്രിൻ തന്നേക്കുന്നത്. ഓക്കെ,
അപ്പൊ ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഇനി അടുത്തത് മുസ്ലിം സോഴ്സ് ആണ്. ഇത്രയും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ മതി. ഫസ്റ്റ് ക്ലാസ് ആണ്. ഇത്രയും ഡ്യൂറേഷൻ എടുക്കണം എന്ന് വിചാരിച്ചതും അല്ല, ബട്ട് നമുക്ക് ഇത്രയും നാളും പഠിച്ചത് വന്നതുപോലെയല്ല, നമ്മൾ വലിയ വലിയ ലോ പേപ്പേഴ്സിലോട്ട് കിടക്കണേണ്. അടുത്ത സെം ആകുമ്പോൾ ഇനിയും വലിയ വലിയ ലോ പേപ്പർ ആവും, BNSS-ഉം ഫാമിലി ലോ 2-ഉം TP ആക്റ്റും. അപ്പൊ വീണ്ടും ക്ലാസ്സിന്റെ ഡ്യൂറേഷൻ കൂടും, വലിയ വലിയ പേപ്പേഴ്സ് പഠിക്കാൻ പോണേയുള്ള. അപ്പൊ അതിൻ്റെതായ ഇതാണ്. നമുക്ക് എല്ലാ ക്ലാസ്സും ഇച്ചിരി ഉണ്ടാവും. മാക്സിമം പെട്ടെന്ന് തീർക്കാൻ നോക്കാം. മൊഡ്യൂളുകൾ നമുക്ക് പെട്ടെന്ന് തീർക്കാം. ഫാമിലി നമുക്ക് 3 വിഷയങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ ഫാമിലിയിലോ നമുക്ക് ഇപ്പൊ ഒരു ദിവസത്തെ ക്ലാസ് എടുത്ത് പറ്റുവാണെങ്കിൽ നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ ഫാമിലിയിലോ തീർക്കാം, ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യാം. അതാവുമ്പോൾ ഇനി ലാൻഡ് എടുക്കാനുണ്ട്, ജൂറിസ് ഒക്കെ എടുക്കാനുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു രീതിക്ക് പോകാം. ഇപ്പൊ ഒരു ആദ്യത്തെ മൊഡ്യൂളിന്റെ പകുതിയോളം ആയിട്ടുണ്ട്. അപ്പോ എല്ലാവരും സഹകരിച്ചതിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇന്നത്തെ ക്ലാസ് എവിടെയെങ്കിലൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പബ്ലിക്കായിട്ട് ഒരു കാര്യം കൂടി പറയുന്നതാണ്. ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് ഇത് പബ്ലിക്കായിട്ട് ഇടും, യൂട്യൂബിൽ എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ ഇടുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കാം, ട്യൂഷനല്ലേ ഇതെങ്ങനെ പബ്ലിക് ഞങ്ങൾക്കും കിട്ടുന്നുണ്ടല്ലോ എന്ന് ചോദിക്കാം. പക്ഷെ അത് ഇന്നത്തെ ക്ലാസ് മാത്രമാണ്, ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ടാണ്. അങ്ങനെ 1-2 ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു ക്ലാസ്സും കൂടി അങ്ങനെ ഇടും, എന്നല്ലാതെ എല്ലാം ഇടൂല. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് മാത്രം കിട്ടുന്ന ക്ലാസ്സുകളായിരിക്കും. അപ്പൊ നാളെ നമുക്ക് ക്ലാസ് ഉണ്ടാകും. അത് ഈ സെയിം ടൈം 8:15 ആയിരിക്കും. അത് ഗ്രൂപ്പിൽ അറിയിക്കാം. നോട്ട്സ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. പിന്നെ പ്രത്യേകം നോട്ട്സ് പുറത്തോട്ട് ഷെയർ ചെയ്ത് ട്യൂഷൻ്റെതായിട്ടുള്ള, ട്യൂഷന് വേണ്ടി പ്രത്യേകം മേക്ക് ചെയ്ത നോട്ട്സ് ആണ്. നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇത് നല്ല സമയമെടുത്ത് പലരുടെയും ഹെൽപ്പ് വാങ്ങിച്ച് പല കോലത്തിലും ആക്കിയെടുത്ത ഒരു നോട്ടാണ്. അപ്പൊ അതുകൊണ്ട് ദയവേത് നിങ്ങൾ ഇത്രയും ഫീസും കൊടുത്ത് പഠിക്കുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു എത്തിക്സും ആ ഒരു റൈറ്റ്നെസ്, ധർമ്മ നമ്മളിപ്പോ പഠിച്ച കാര്യമാണ്, അത് മെയിൻറ്റെയിൻ ചെയ്യുക, ഫോളോ ചെയ്യുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എന്നിരുന്നാലും ആസ് എ ഒബ്ലിഗേഷൻ ഞാനത് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് തംസപ്പ് ഇട്ടേക്കും. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്തേക്കാം. ഓക്കെ, താങ്ക് യു ഓൾ. അപ്പൊ അടുത്ത ദിവസം കാണാം. ഓക്കെ.